അപ്പോൾ നവോത്ഥാനവും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. എവിടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ നവോത്ഥാനം എന്ന വാക്കിൽ തന്നെ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സൂചനയുണ്ട്, ഇല്ലേ? കേരളത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള, ഏറ്റവും കൂടുതൽ ചിലവുള്ള വാക്കുകളിലൊന്നാണ് നവോത്ഥാനം. നമ്മളിപ്പോൾ പത്രം വായിച്ചാൽ, ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്താൽ, ആളുകളുടെ രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ കേട്ടാൽ എല്ലായിടവും ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നവോത്ഥാനം, നവോത്ഥാനം, നവോത്ഥാനകാല ചിന്ത, നവോത്ഥാനകാല മൂല്യങ്ങൾ, നവോത്ഥാനകാല മൂല്യങ്ങളൊന്നും വിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ നമ്മൾ നാനാപ്രദേശത്തും കേൾക്കുന്നു. ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, നവോത്ഥാനമാണ് മലയാളിയുടെ ശക്തി, നവോത്ഥാനം നമ്മളെ വിമോചിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ആ മൂല്യങ്ങൾ നിലനിർത്തണം എന്ന് പറയുമ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ മൂല്യങ്ങൾ തകർന്നു വീഴുന്നു, കറപ്ഷൻ, അഴിമതി വർദ്ധിച്ചു വരുന്നു, സർവാധിപത്യ പ്രവണത വർദ്ധിച്ചു വരുന്നു, പരസ്പര വൈരം വർദ്ധിച്ചു വരുന്നു, ഇല്ലേ? ഇതൊക്കെ ഉണ്ടോ? അപ്പം നവോത്ഥാന മൂല്യങ്ങൾ വേണ്ട വിധം പ്രചരിച്ചില്ല, അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ട വിധം ഫലമുണ്ടായില്ല എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണോ? അപ്പം ഇവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ പറയുമ്പോഴും എന്താണ് നവോത്ഥാനം എന്ന്, നവോത്ഥാനം ശരിക്ക് ഈ പുതിയ ഉത്ഥാനം, നവമായ ഉത്ഥാനത്തെ, ഒരു പുതിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ കേരളത്തിൽ നടക്കുന്ന നവോത്ഥാന ചർച്ചകൾ മിക്കപ്പോഴും 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമുദായ പരിഷ്കരണ യത്നങ്ങളെ കേന്ദ്രീകരിച്ചാണ് എപ്പോഴും മുന്നോട്ട് പോവുക. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വലിയ ചില സമുദായ പരിഷ്കരണ യത്നങ്ങൾ നടന്നതായി നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി തുടങ്ങിയ ഹൈന്ദവ സന്യാസിമാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ഹൈന്ദവ തത്വചിന്തകർ, അവർ ഫിലോസഫേഴ്സായിരുന്നു. പൊതുവെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നമ്മൾ ഫിലോസഫേഴ്സിനെയൊക്കെ സന്യാസി എന്നാണ് വിളിക്കുക. ഈ ഭാരതീയ സന്യാസിമാരിൽ മിക്കവാറും പേരും ശരിക്കുള്ള ഫിലോസഫർമാരായിരുന്നു. അവർ ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളാണ് എഴുതിയത്. പക്ഷേ നമ്മൾ തത്വചിന്തകരാണെന്ന് പറയാറില്ല, ആദരപൂർവ്വം സന്യാസിമാർ എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ചിന്തയിൽ മതാത്മകതയുടെ ഒരു അംശം ഉണ്ടായിരുന്നു. മതാത്മകരല്ലാത്ത ചിന്തകരെ പോലും നമ്മൾ പലപ്പോഴും സന്യാസിമാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ നാരായണ ഗുരു, ചട്ടമ്പിസ്വാമി അങ്ങനെ പറയുന്നു. പിന്നെ അയ്യൻകാളി പറയുന്നു. ഇവരെ എല്ലാം നടത്തിയ സാമുദായിക പരിഷ്കരണങ്ങളാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് എന്നതാണ് മുഖ്യമായ വാദം. ഒരു സംശയവുമില്ല, അവർ വലിയ സംഭാവനകളാണ് കേരളത്തിൻ്റെ വികാസത്തിന് അർപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളെയും, അതായത് ചില നായക രൂപങ്ങളെയും ചില സമുദായ പരിഷ്കരണം എന്ന ഒറ്റ അജണ്ടയെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തെ കാണാനാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കേരള നവോത്ഥാനം ഒന്നോ രണ്ടോ ആളുകളുടെ പ്രവർത്തനം കൊണ്ടും സമുദായങ്ങളെ നവീകരിച്ചതുകൊണ്ടും മാത്രം സാധ്യമായ ഒന്നാണോ? നമ്മൾ പനി ബാധിക്കുമ്പോൾ ഒരു രോഗാണുവാണത്, നമ്മുടെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായത് കൊണ്ടാകാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായത് കൊണ്ടാകാം. വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായി പനി വരുന്നു. ആൻറ്റിവൈറൽ ഡ്രഗുകളില്ല എല്ലാ രോഗങ്ങൾക്കും. അതേസമയം ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു. കാരണം വൈറൽ രോഗത്തിൻ്റെ ഭാഗമായി നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, അതിൽ ബാക്ടീരിയ പെരുകുന്നത് ഉണ്ട്. ആ ബാക്ടീരിയയെ കൊല്ലാനായിട്ട് ആൻറ്റിബയോട്ടിക് തരുന്നു. ശരീരം ക്ഷീണിതമാകുന്നു. നമ്മളൊരു 2 ആഴ്ചയോ 3 ആഴ്ചയോ പനി പിടിച്ച് കിടന്നാൽ പിന്നീട് നമ്മളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പലതരം ചികിത്സകൾ വേണം. അത് ഈ ആൻറ്റിബയോട്ടിക്കോ ആൻറ്റിവൈറൽ ഡ്രഗോ കൊണ്ട് മാത്രമല്ല. നമ്മുടെ ഭക്ഷണക്രമം മാറുന്നു, ജീവിതചര്യ. 1 മാസം രോഗിയായി കിടന്ന ഒരാൾ വെയിറ്റ് ലോസ് ഉണ്ടാവും, വലിയ ആരോഗ്യ പ്രശ്നം. ഇതിനെല്ലാം സമഗ്രമായ ഒരു പദ്ധതിയിലൂടെയാണ് പിന്നീട് നമ്മളെ പഴയ പടിയിലേക്ക് നമ്മുടെ കുടുംബം നമ്മളെ വീട്ടിനടുത്ത് കൊണ്ട് നമ്മളെ പരിചരിക്കുന്നവർക്കുണ്ട്. അത് ഭക്ഷണക്രമം, ജീവിതചര്യാക്രമം, നമ്മുടെ നടപ്പ്, കിടപ്പ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നു. അതുപോലെയാണ് ഒരു സമൂഹ ശരീരത്തെ നവീകരിക്കുന്നത്. അത് ഒരൊറ്റ ഔഷധം കൊണ്ടല്ല, സമഗ്രമായ ഒരു ഹോളിസ്റ്റിക്കായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ ഒരു സമുദായത്തെ നവീകരിക്കുക സാധ്യമാവൂ. കേരള നവോത്ഥാനവും നടന്നത് അങ്ങനെയാണ്. അത് സമഗ്ര തലങ്ങളിലും നടന്ന ഒരു വലിയ പ്രവർത്തനമാണ്. അതിൽ ഒന്നോ രണ്ടോ ആളുകളെ, വ്യക്തികളെ മാത്രം കേന്ദ്രീകരിക്കുകയും ഒരു സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ സമുദായ പരിഷ്കരണം, ആചാര പരിഷ്കരണം തുടങ്ങിയ അജണ്ടകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള സംവാദങ്ങൾ പലപ്പോഴും
കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കാനിരിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഏകമുഖം മാത്രമായ ഒന്നാണ് കേരള നവോത്ഥാനം എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് അത് പലപ്പോഴും ഉതകുക. അങ്ങനെയല്ല, മറിച്ച് കേരള നവോത്ഥാനം ബഹുമുഖമായ ഒരു പ്രക്രിയയാണ്. അതിൽ ഒരു സ്വരമോ ഒരു രൂപമോ മാത്രമല്ല, അത് ബഹുസ്വരം ആണ്, ബഹുമുഖം ആണ്. അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിന് ബഹുസ്വര വായനകൾ, പോളിഫോണിക് റീഡിങ്സ് എന്ന് പേരിട്ടത്. നമുക്ക് നവോത്ഥാനം എന്ന പദത്തെക്കുറിച്ച് പറയുമ്പോൾ, നവോത്ഥാനം കേരളീയർ കണ്ടുപിടിച്ചൊരു പദമല്ല. ശരിക്ക് ലോകവ്യാപകമായ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് നവോത്ഥാനം. ഈ പ്രതിഭാസത്തിന് ലോകവ്യാപകമായി പറയുന്ന പേര് മോഡേണിറ്റി എന്നാണ്. നിങ്ങൾക്ക് പരിചിതമായ വാക്കാണ്. മോഡേണിസം അല്ല. മോഡേണിസം 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കലാ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേരാണ്. കലയിലും സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് മോഡേണിസം. മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായ കല സാഹിത്യം എന്നുള്ള അർത്ഥത്തിലാണ് മോഡേണിസം. എന്നാൽ മോഡേണിറ്റി ചരിത്രപരമായ ഒരു സംജ്ഞയാണ്. അത് ഒരു പ്രത്യേക ചരിത്രഘട്ടത്തെ കുറിക്കുന്ന വാക്കാണ് മോഡേണിറ്റി. മോഡേണിറ്റിയെ ആധുനികത്വം എന്ന് നമുക്ക് പറയാം. മോഡേണിസം എന്ന് പറഞ്ഞ കലാപ്രസ്ഥാനത്തെ ആധുനികത എന്നും പറയാം. മലയാള സാഹിത്യത്തിലെ ആധുനികത എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ആധുനികത്വം എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രക്രിയയാണ്. ഒരു പ്രത്യേക ചരിത്രഘട്ടത്തെ, ഒരു ഹിസ്റ്റോറിക്കൽ എപ്പോക്കിനെയാണ് മോഡേണിറ്റി എന്ന വാക്ക് കുറിക്കുന്നത്. ഈ മോഡേണിറ്റി അഥവാ ആധുനികത്വത്തിന് കേരളത്തിൽ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന വാക്കാണ് നവോത്ഥാനം. സത്യത്തിൽ ഈ നവോത്ഥാനം എന്ന വാക്കിന് ചെറിയ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിലുണ്ടായ റിനസാൻസ് ഒരു വലിയ കലാപ്രസ്ഥാനമായിട്ട് തുടങ്ങുകയും യൂറോപ്പിനെ ആകമാനം സ്വാധീനിക്കുകയും 17-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രവിപ്ലവവും 18-ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെൻറ്റും, അതായത് ജ്ഞാനോദയവും ഉൾപ്പെടെയുള്ള എല്ലാ വികാസങ്ങൾക്കും, യൂറോപ്പിൽ അടിമുടിയുള്ള മാറ്റങ്ങൾക്ക് മുഴുവൻ അടിത്തറയൊരുക്കിയ ഒന്നാണ് കലാകാരന്മാരിൽ നിന്ന് തുടങ്ങിയ റിനസാൻസ് അഥവാ നവോത്ഥാനം. മലയാളത്തിൽ പണ്ട് റിനസാൻസിന് തുല്യമായി സ്കൂൾ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ പോലും കലാചരിത്രങ്ങളിലും പൊതുവ്യവഹാരങ്ങളിലും ഉപയോഗിച്ചിരുന്ന പദമാണ് നവോത്ഥാനം. പക്ഷെ പിൽക്കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സമുദായ പരിഷ്കരണ യത്നത്തെയും കേരളത്തിൻ്റെ ആധുനികീകരണത്തെയും കുറിക്കുന്ന ഒരു വാക്കായി അത് മാറി. ഈ നവോത്ഥാനത്തിന് സത്യത്തിൽ ഒരു യൂറോപ്യൻ ആസ്പദമാണ്. അത് യൂറോപ്പിൽ നടന്ന ഒരു കലാപ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. ലിയനാർഡോ ഡെവിൻചിയും റഫയേലും മൈക്കലാഞ്ചലോയും ബെർണീനിയും ഒക്കെയാണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ. അതുവരെയുള്ള കലാസമ്പ്രദായങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ കലാകാരന്മാർ അവരുടെ ചിത്രശില്പങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കലയുടെ ഏറ്റവും മഹത്തായ രചനകളായി ഇപ്പോഴും അവയുടെ രചനകൾ അറിയപ്പെടുന്നു. അപ്പോൾ ആ നവോത്ഥാനം അല്ല, അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പക്ഷേ ആ പഴയ വാക്കെടുത്താണ് ആധുനികത്വത്തെ, മോഡേണിറ്റിയെ നമ്മൾ കുറിക്കുന്നു എന്ന് മാത്രം. പിന്നെ പ്രചാരം കൊണ്ട് നവോത്ഥാനമാണോ ആണ് ആളുകളുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആധുനികത്വം പറഞ്ഞാൽ ആരും അങ്ങോട്ട് സമ്മതിച്ചു തരികയില്ല. അതുകൊണ്ട് ഞാനും നവോത്ഥാനം എന്ന വാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ നവോത്ഥാനം എന്ന് പറയുന്നത് റെനസാൻസ് ആർട്ടിനെ കുറിച്ചല്ല, മറിച്ച് മോഡേണിറ്റി എന്ന ചരിത്ര പ്രക്രിയയെക്കുറിച്ചാണ്. ഈ മോഡേണിറ്റിയുടെ പിടിയിൽ നിന്ന് ലോകത്ത് ഒരു രാജ്യവും ഭാഷയും സംസ്കാരവും ജനതയും വിമുക്തമല്ല. അത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തന്നെ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ജ്ഞാനോദയം, 17-ാം നൂറ്റാണ്ട് മുതലേ തുടങ്ങിയ സയൻറ്റിഫിക് റെവല്യൂഷൻ, ശാസ്ത്രവിപ്ലവം, ഇവയിലൂടെയാണ് അത് സംജാതമായത്. 19-ാം നൂറ്റാണ്ടിലെത്തുമ്പോഴേക്കും വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ മനുഷ്യചരിത്രത്തെ അടിമുടി മാറ്റിമറിച്ച മറ്റൊരു വിപ്ലവം സാധ്യമാകുന്നു. ഇതിൻ്റെ എല്ലാം അടിയിൽ പ്രവർത്തിച്ചത് ചിന്തയും ശാസ്ത്രവുമാണ് എന്ന് നമുക്ക് കാണാം. അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ചിന്തയെ മുഴുവൻ നിയന്ത്രിച്ച്, ഞാൻ മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ യൂറോപ്പിനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂറോപ്പിലെ ചിന്ത പിൽക്കാലത്ത് ലോകം മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. അത് സ്വാധീനിച്ചതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ആ ചിന്തയ്ക്ക് പ്രത്യേകിച്ച് വിശിഷ്ടമായ എന്തെങ്കിലും മഹത്വം ഉണ്ടായിട്ടുള്ളത് കൊണ്ടല്ല. രാഷ്ട്രീയാധികാരവും സൈനികാധികാരവും സാമ്പത്തികാധികാരവും യൂറോപ്പിൻ്റെ കയ്യിലേക്ക് വന്നു വീണു. അതിന് വന്നു വീഴാൻ കാരണം ഈ പറഞ്ഞ ചിന്തയും ശാസ്ത്രവുമായിരുന്നു. ചിന്തയും ശാസ്ത്രവും ഉപയോഗിച്ച് യൂറോപ്പ് ലോകത്തെ മുഴുവൻ കീഴടക്കുന്നതാണ് 16-ാം നൂറ്റാണ്ടിന് ശേഷം 17-ാം നൂറ്റാണ്ടുമുള്ളത് ലോകത്ത് നമ്മൾ കാണുന്നത്.
അവർ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞ പുതിയ ഒരു രാഷ്ട്രീയ പ്രക്രിയ നടന്നു. സാമ്രാജ്യത്വ സ്ഥാപനം, സയൻസും സാമ്രാജ്യത്വവും കൈകോർത്തു പിടിച്ചു. യൂറോപ്യന്മാർ ലോകത്തുള്ള അറിയപ്പെടാത്ത നാടുകളിലേക്ക് കപ്പലോട്ടാൻ തുടങ്ങി. അവിടെയുള്ള ജനതകളെ കീഴ്പ്പെടുത്താനും അവിടെ കോളനി ഭരണം സ്ഥാപിക്കാനും ശ്രമിച്ചു. ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൻ്റെ ഇരകളായി 300-ലധികം വർഷം ഈ കോളനി ഭരണത്തിൻ്റെ. ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഏതാണ്ട് 500 കൊല്ലത്തോളം നീളുന്ന വലിയ ഒരു യൂറോപ്യനൈസേഷൻ പ്രക്രിയ, ഒരു യൂറോപ്യവൽക്കരണം ലോകത്ത് നടന്നു. അങ്ങനെയുള്ള അതിദീർഘമായ ഒരു കൊളോണിയൽ അടിമത്തത്തിൽ നിന്നാണ് 1947 ഇന്ത്യ സ്വതന്ത്രമായത്. ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ഡീകോളനൈസേഷൻ അഥവാ അപകോളനീകരണം അല്ലെങ്കിൽ കോളനി വിമോചനം എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രക്രിയ ലോകത്ത് ആരംഭിച്ചു. 50-ലധികം പുതിയ സ്വതന്ത്ര രാജ്യങ്ങൾ ലോകത്തുണ്ടായി. അത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്രിയയായിരുന്നു അപകോളനീകരണം. അത് 50-കളിലാണ് അത് സംഭവിച്ചത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് 90-കളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രക്രിയ ലോകത്ത് സംഭവിച്ചു. കമ്മ്യൂണിസത്തിൻ്റെ പതനത്തോടുകൂടി അനേകം പുതിയ രാജ്യങ്ങൾ ഉടലെടുത്തു. പുതിയ ജനാധിപത്യ സംവിധാനങ്ങൾ വന്നു. 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രക്രിയകളാണ് ഡീകോളനൈസേഷനും കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയും ജനാധിപത്യത്തിൻ്റെ പുനഃസ്ഥാപനവും. ഈ 2 രാഷ്ട്രീയ പ്രക്രിയ നടക്കുന്നതിൻ്റെ പിന്നിലുള്ള കാലത്ത് നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിൻ്റെ സാമ്രാജ്യവൽക്കരണം 300-400 കൊല്ലത്തോളം നീണ്ടുന്ന ഈ സാമ്രാജ്യവൽക്കരണം എല്ലാം ഉണ്ടാകുന്നത് 17-ാം നൂറ്റാണ്ട് മുതലേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ശാസ്ത്രത്തിനുണ്ടായ വികാസമാണ്. അതിനു മുമ്പുള്ള യൂറോപ്യൻ സമൂഹത്തിൽ, പാശ്ചാത്യ സമൂഹത്തിൽ എല്ലാത്തിൻ്റെയും അധികാര കേന്ദ്രമായി നിന്നത് സഭയായിരുന്നു, കത്തോലിക്ക സഭ ആയിരുന്നു. പള്ളിയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം, അധികാരത്തിൻ്റെ കേന്ദ്രമെല്ലാമായി പള്ളി നിൽക്കുന്നു. ബൈബിൾ ആണ് അവസാന വചനം. അത് തിരുവചനം മാത്രമല്ല, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ദർശനം. സത്യം ഇതിനു പുറത്തൊന്നുമില്ല, ഇതാണ് സത്യം. ആ സമൂഹത്തിന് രാജാവുണ്ട്, എന്നാൽ രാജാവിനെ മേലുള്ള ആത്മീയാധികാരവും രാജാവിനെ നിയമിക്കാനുള്ള അധികാരവും ബിഷപ്പുമാർക്കായിരുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ബിഷപ്പ് രാജാവിനും മീതെ ശക്തിയായി നിന്നു, സഭ എല്ലാത്തിനും മീതെ നിന്നു. അത്തരം സമൂഹങ്ങളിൽ സാമാന്യ ജനത്തിന്, പെസൻട്രി എന്ന് പറയുന്ന, ഫോക്ക് എന്ന് പറയുന്ന, സെക്കുലർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന, സെക്കുലർ എന്ന് അങ്ങനെ ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്, സെക്കുലർ സമൂഹത്തിന് അവർ വിദ്യാശൂന്യരായിരുന്നു. അവർ വിദ്യാഭ്യാസം നിരക്ഷരരായിരുന്നു. നമ്മൾ ലോകത്തെ ഏറ്റവും പുരോഗതിയുള്ള രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്പിൻ്റെ 500 കൊല്ലം മുമ്പുള്ള ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടേതുപോലെ നിരക്ഷരതയും പ്രശ്നങ്ങളും എല്ലാം സാമാന്യ ജനം അനുഭവിച്ച ഒരു ലോകമാണ്. അങ്ങനെ പള്ളിയും രാജാധികാരവും ബൈബിളിൻ്റെ വിശ്വാസക്രമവും എല്ലാം അടക്കി ഭരിച്ചു കൊണ്ടിരുന്ന സാമൂഹ്യക്രമം ഒരു വശത്ത്, മറുവശത്ത് കൃഷിയായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയും കയ്യിലുള്ള ജന്മിയും ജന്മിയുടെ പ്രത്യയശാസ്ത്രമായ ജന്മിത്വവും ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ക്രമം. അപ്പം ആത്മീയമായ ക്രമത്തിൽ സഭയും സാമ്പത്തിക ക്രമത്തിൽ ജന്മിത്വവും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അതുവരെയും ഉണ്ടായിരുന്നത്. ഈ വ്യവസ്ഥയുടെ സ്ഥാനത്തേക്ക് ശാസ്ത്രവിപ്ലവം വരുന്നതോടുകൂടി, പുതിയ ചിന്ത വരുന്നതോടുകൂടി ഒരു സ്ഥാനാന്തരണം സംഭവിക്കുന്നു, ഒരു ഷിഫ്റ്റ് സംഭവിക്കാൻ തുടങ്ങി. സഭയുടെ സ്ഥാനത്തേക്ക് സഭയ്ക്ക് സമാന്തരമായി ശാസ്ത്രം പുതിയ തത്വങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഒക്കെ ഉള്ള ആശയങ്ങൾ കൊണ്ടുവരുന്നു. കൊപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറയും. കോപ്പർനിക്കസ് അദ്ദേഹം ഒരു പുരോഹിതൻ്റെ മേടയിലിരുന്നാണ് ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന, ബൈബിളിൻ്റെ പ്രപഞ്ചസങ്കല്പത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന സിദ്ധാന്തങ്ങൾ എഴുതി ഓൺ റിവല്യൂഷൻ എന്ന പുസ്തകം എഴുതുന്നത്. അതായത് ജിയോസെൻട്രിക് ആയ, അതായത് ഭൂകേന്ദ്രിതമായ പ്രപഞ്ചസങ്കല്പത്തെ കോപ്പർനിക്കസ് അട്ടിമറിക്കുന്നു. മറിച്ച് സൗരകേന്ദ്രിതമായ ഒരു പ്രപഞ്ചസങ്കല്പം കൊണ്ടുവരും. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചത് അതാണ്. ഇന്നാരും ജിയോസെൻട്രിക്കാണ് ലോകം എന്ന് മതസ്ഥാപനങ്ങൾ പോലും വാശി പിടിക്കുന്നതേ ഇല്ല. സൂര്യനെ ചുറ്റുകയാണ് ഭൂമി എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ആ പഴയ കാലത്ത് അത് ആരും സമ്മതിച്ചിരുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് അന്നത്തെ സഭയും അന്നത്തെ വിശ്വാസികളും അത് പറഞ്ഞ ആളുകളെ ജയിലിലിടാനും തൂക്കിലേറ്റാനും ഒക്കെ പോയത്. ഇപ്പോൾ ചില ആളുകൾ അത് പറഞ്ഞതുകൊണ്ട് സഭ എന്നും അങ്ങനെയായിരുന്നു എന്ന് പറയും, മതവിശ്വാസം എന്നും അങ്ങനെയായിരുന്നു. അത് പണ്ടത്തെ മൂല്യവ്യവസ്ഥ അനുസരിച്ചും അന്നത്തെ ധാരണയനുസരിച്ചും ഒക്കെ ആളുകൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് അതിൻ്റെ പേരിൽ ആളുകളെ ഒന്നും അടുത്ത തലമുറക്കാരെ ശിക്ഷിക്കുന്നത് അർത്ഥശൂന്യവും അധാർമികവും ആണ്.
അങ്ങനെ പള്ളിയുടെയും സഭയുടെയും മതത്തിൻ്റെ സ്ഥാനത്തേക്ക് ശാസ്ത്രം കടന്നു വരുന്നു. കാർഷിക ജന്മിത്വത്തിൻ്റെ സ്ഥാനത്തേക്ക് വ്യവസായ മുതലാളിത്തം കടന്നു വരുന്നു. ഇപ്പം ശാസ്ത്രം ഫാക്ടറി എന്ന് പറഞ്ഞ ആശയത്തിന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നു. വ്യവസായ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ ഒരു സമ്പ്രദായം ഈ 16-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് മുതലേ യൂറോപ്പിൽ വികസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതൊരു വലിയ ഷിഫ്റ്റാണ് നടന്നത്. മതത്തിൻ്റെ സ്ഥാനത്തേക്ക് ശാസ്ത്രവും കാർഷിക ജന്മിത്വത്തിൻ്റെ സ്ഥാനത്തേക്ക് വ്യവസായ വിപ്ലവവും കടന്നു വരുന്നു. മൂന്നാമതായി, അതുവരെ ഒരാൾക്കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വ്യക്തി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായ മനുഷ്യരുണ്ടായിരുന്നില്ല എന്നല്ല, ഒരുമിച്ച് ഒരു കളക്റ്റീവ് മാത്രമായ, ആരോ ഒരാൾ ചിന്തിക്കുന്നതനുസരിച്ച് ചിന്തിക്കുന്ന, പുരോഹിതൻ പറയുന്നു, രാജാവ് പറയുന്നു, മതാചാര്യൻ പറയുന്നു, അതുപോലെ വിശ്വസിച്ച് അതെ എന്ന് മാത്രം സമ്മതം മൂളുന്ന ആൾക്കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ ശൂന്യരായിരുന്നു, അവർ നിരക്ഷരായിരുന്നു, അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ശാസ്ത്രവും പുതിയ ചിന്തയും കൊണ്ടുവന്നതൊരു വലിയ അട്ടിമറിയാണ്. വ്യക്തി, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞൊരു പുതിയ ആൾ രൂപപ്പെട്ടു. മിഷേൽ ഫൂക്കോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിലോസഫർ പറയും, മാൻ ഈസ് എ റീസെൻറ്റ് ഇൻവെൻഷൻ. മനുഷ്യൻ സമീപകാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പണ്ട് മനുഷ്യനുണ്ടായിരുന്നില്ല എന്നല്ല. മനുഷ്യൻ എന്ന ആശയം സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള, സ്വന്തം ഒപ്പീനിയനുള്ള, സ്വന്തം അഭിപ്രായമുള്ള, പൊതുവായ അഭിപ്രായത്തെ എതിർക്കാൻ ശേഷിയുള്ള, സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തി ആധുനിക കാലത്ത് മാത്രം രൂപപ്പെട്ടതാണ്. അത് ശാസ്ത്രവും വ്യവസായ മുതലാളിത്തവും പുതുതായി രൂപപ്പെട്ട ചിന്തയും ചേർന്നാണ് ഒപ്പീനിയൻ ഉള്ള, അഭിപ്രായമുള്ള, സ്വതന്ത്രതയുള്ള വ്യക്തി രൂപപ്പെടുന്നു. ഈ വ്യക്തിയുടെ രൂപപ്പെടൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൻ്റെ വികാസം, വ്യവസായ മുതലാളിത്തത്തിൻ്റെ വികാസം, വ്യക്തിയുടെ രൂപപ്പെടലും, ഇതിനെ കേന്ദ്രീകരിച്ചുള്ള പുതിയ ചിന്തയുടെ വികാസം, ഇത് ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് ആധുനികത്വത്തിന് അടിത്തറയിട്ടത്. ശാസ്ത്രത്തിൽ വലിയ വികാസങ്ങൾ നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കോപ്പർനിക്കൻ റിവല്യൂഷൻ. അത് കഴിഞ്ഞ് പാശ്ചാത്യ ശാസ്ത്രത്തിൽ വലിയ വികാസങ്ങൾ വന്നു. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ചു, ഐസക് ന്യൂട്ടനെ പോലുള്ളവരെ. ഇവരൊക്കെയും മതവിശ്വാസികളായിരുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും അതുവരെയുള്ള മതാധിഷ്ഠിത വിശ്വാസങ്ങളെ ലംഘിക്കുകയും പുതിയ ലോകത്തിന് വെളിച്ചം കാണിക്കുകയും ഒക്കെ ചെയ്ത ഈ ശാസ്ത്രജ്ഞരെല്ലാവരും തന്നെ മതവിശ്വാസികളായിരുന്നു. അവർ മരിച്ചപ്പോൾ പുരോഹിതന്മാർ തന്നെയാണ് ശുശ്രൂഷ നടത്തിയതും അവർ പള്ളി സെമിത്തേരികളിലാണ് യൂറോപ്പിൽ അടക്കിയതും. അവരാരും പള്ളിയെ തകർക്കണമെന്നും പറഞ്ഞിരുന്ന ആളുകളൊന്നുമല്ല. വിശ്വാസത്തെ അതിൻ്റെ വഴിക്കും ശാസ്ത്രത്തെ അതിൻ്റെ വഴിക്കും വിടുന്ന ഒരു സമചിത്തമായ, വിവേകമുള്ള ഒരു സമീപന രീതിയായിരുന്നു നിലവിലിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ശാസ്ത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, നമ്മുടെ വേഗം വർദ്ധിപ്പിച്ചു. നമ്മൾ വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിക്കുന്നു, പായ്ക്കപ്പലുകളുടെ സ്ഥാനത്തേക്ക് യന്ത്രക്കപ്പലുകൾ വരുന്നു. വലിയ ചില കണ്ടുപിടുത്തങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായി. നിങ്ങൾക്കറിയാം ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വരുന്നതോടുകൂടി 100 കണക്കിന് മനുഷ്യർ ചെയ്ത ജോലി ഒരു മെഷീന് ചെയ്യാം എന്നായി. ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ നിന്നൊരു ടില്ലിംഗ് മെഷീനായിരുന്നു. ഈ വസ്ത്രം നിർമ്മിക്കാൻ പഞ്ഞി വേണം. ഈ പഞ്ഞി കൊണ്ടുവന്ന് ഇതിനെ വസ്ത്രമാക്കണമെങ്കിൽ ഏറ്റവും വലിയ ജോലി ഈ പഞ്ഞിയുടെ കുരു ഇളക്കി മാറ്റലായിരുന്നു. പഞ്ഞിയിൽ നിന്ന് കുരു ഇളക്കി മാറ്റാൻ തുടങ്ങി നടക്കുന്ന കാര്യം വല്ലതുമാണ്. മനുഷ്യൻ കൈകൊണ്ടാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷേ ഈ മെഷീൻ്റെ കണ്ടുപിടുത്തത്തോടെ, ആവി എഞ്ചിൻ വരുന്നതിന് ആ സമയത്ത് വരുന്നൊരു കണ്ടുപിടുത്തമാണ്. ആ മെഷീൻ ഇതിനകത്ത് കയറി പഞ്ഞി കറങ്ങുന്നതോടെ ഈ കുരു മാറിപ്പോകുന്നു. കുരുവിനെ ഇളക്കി മാറ്റി പഞ്ഞി മാത്രം ഇടുന്നു. വസ്ത്രനിർമ്മാണം വളരെ വേഗത്തിലായി. യൂറോപ്പിലെങ്ങും ഫാക്ടറികളുണ്ടായി, സാധനങ്ങൾ ഉണ്ടാകുന്നു. ഇത് വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ വേണം, അസംസ്കൃത വസ്തുക്കൾക്ക് കമ്പോളങ്ങൾ വേണം. ആ സമയത്താണ് ശാസ്ത്രം മറ്റൊരു സഹായം കൊടുത്തു. ശാസ്ത്രം അധികാരത്തിൻ്റെ ഒപ്പം നിന്നു. ഈ കപ്പലും വലിയ പടയാളികളും, മോഡേൺ വാർഫെയർ ഉണ്ടായി. വെടിമരുന്ന്, തോക്ക്, ഈ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെ കപ്പലേറി വന്ന എക്സ്പ്ലോറേഴ്സ് എന്നാണ്, പര്യവേക്ഷകർ എന്നാണ് യൂറോപ്പിൻ്റെ ചരിത്രം അവരെ വിളിക്കുന്നത്. ക്രിസ്റ്റോഫർ കൊളംബസ് ആയാലും വാസ്കോ ഡ ഗാമ ആയാലും എല്ലാം എക്സ്പ്ലോറേഴ്സ്, പര്യവേക്ഷകന്മാർ എന്ന അന്തസ്സുള്ള പദമാണ് കൊടുക്കുന്നത്. പക്ഷേ കറുത്ത വർഗ്ഗക്കാരായ നമ്മെപ്പോലുള്ള ജനങ്ങൾക്ക് അവരത്ര പര്യവേക്ഷകരൊന്നുമല്ല. അവർ നമ്മെ അടിമകളാക്കാൻ വന്ന ആളുകളാണ്. നമ്മുടെ മനുഷ്യാവകാശങ്ങളെ, നമ്മുടെ സ്വതന്ത്രതയെ, നമ്മുടെ സാമുദായിക ക്രമത്തെയൊക്കെ അവർ അട്ടിമറിച്ചു. ഈ പര്യവേക്ഷണങ്ങളിലൂടെ ലോകത്തെവിടെയും കോളനികൾ സ്ഥാപിക്കുകയും സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ശാസ്ത്രം എത്രത്തോളം പുരോഗമിക്കുന്നുവോ, ചിന്ത പുരോഗമിക്കുന്നു, അതിൻ്റെ ഒപ്പം അടിമത്വം കൊണ്ടുവരും. ഈ ശാസ്ത്രവും ചിന്തയും യൂറോപ്പിൽ ഇത് മാത്രമല്ല സൃഷ്ടിച്ചത്,
സ്വതന്ത്രമായ അഭിപ്രായത്തെയും വളർച്ചയും ചിന്തിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു. വിദ്യാഭ്യാസം പതുക്കെ വളരാൻ തുടങ്ങി. ഇതെല്ലാം ഇതിൻ്റെ വലിയ ഒരു പരകാഷ്ഠയായിരുന്നു 1748 ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം ചരിത്രത്തിലെ അസാധാരണമായൊരു പ്രക്രിയയാണ്. ബാസ്തിയൽ കോട്ട തകർത്തത് നിങ്ങൾക്കറിയും. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും വായിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടുള്ളതായ മഹത്തായൊരു ഫ്രഞ്ച് നോവലുണ്ട്, പാവങ്ങൾ. ജോങ് വെൽജാങ് എന്ന് പറഞ്ഞ കള്ളൻ്റെ കഥ. ഒരു റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ 19 വർഷം തടവിൽ കിടന്ന ജാങ് വെൽജാങ് എന്ന കള്ളൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാങ് വെൽജാങ് അല്ലെങ്കിൽ ജീൻ വാൽ ജീൻ എന്നാണ് അത് എഴുതുന്നത്. ആ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ വായിച്ചാൽ ജീൻ വാൽ ജീൻ. അത് ജീൻ വാൽ ജീൻ എന്നുള്ള എഴുതിയിട്ട് ഫ്രഞ്ചിൽ വായിക്കുന്നത് ജാങ് വെൽ ജാങ്. അപ്പോൾ ജാങ് വെൽജാങ്ങിൻ്റെ കഥയിൽ ദീഞ്ഞ് എന്ന് പറഞ്ഞ നഗരത്തിലെ ഒരു മെത്രാനുണ്ട്, ബിഷപ്പ്. ദീഞ്ഞ് എന്ന് പറഞ്ഞ നഗരത്തിലെ മെത്രാൻ്റെ കഥ നിങ്ങൾ കേട്ട് കാണും. 19 വർഷം ജയിലിൽ തടവിലായി കഴിഞ്ഞ ശേഷം വിമോചിതനായ ഈ തടവുകാരൻ എവിടെ ചെന്നാലും അയാളുടെ കൈവശം ഒരു മഞ്ഞ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞ കാർഡ് കാണിക്കണം, ഞാനൊരു തടവിൽ കിടന്ന കുറ്റപ്പുള്ളിയാണ്, അതുകൊണ്ട് എന്നെ അറിഞ്ഞു വേണം സ്വീകരിക്കാൻ. അത് നിർബന്ധമാണ്. കാണിച്ചില്ലെങ്കിൽ പിന്നെയും ജയിലിൽ പോകണം. ഈ കാർഡ് കണ്ടാൽ ആർക്കും അയാൾക്ക് ഭക്ഷണവും കൊടുക്കില്ല, അഭയവും കൊടുക്കില്ല. ഗതികെട്ട് അവസാനം ഈ മനുഷ്യൻ അതൊരു ബിഷപ്പിൻ്റെ വീടാണ് എന്നറിയാതെ ആ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഉള്ള സ്വത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുത്ത് പരമദരിദ്രനായി കഴിയുന്ന ബിഷപ്പാണ് ദീഞ്ഞിലെ ബിഷപ്പ്. ദീഞ്ഞിലെ ബിഷപ്പ് അയാളെ രാത്രി സ്വീകരിക്കുന്നു. ബിഷപ്പിൻ്റെ സഹോദരിയും വീട്ടിലെ ഗവേണേഴ്സും ഉണ്ട്. അവർ 2 സ്ത്രീകളും, പ്രായമായ സ്ത്രീകളും ഈ പ്രായമായ പുരോഹിതനും മാത്രമേ ഉള്ളൂ. ഊണുമേശയിൽ ഇരിക്കാൻ നേരത്ത് ബിഷപ്പ് പറഞ്ഞു, വിശിഷ്ടനായ അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ വെള്ളിക്കാലുകൾ കൂടി എടുക്കാം. മെഴുതിരി വെള്ളിക്കാലിലാണ് വയ്ക്കുന്നത്. ആകെ ആ വീട്ടിലുള്ള വിലപിടിച്ച വസ്തുക്കൾ, ബിഷപ്സ് ഹൗസാണ്, അവിടെയുള്ള വിലപിടിച്ച വസ്തു അതേ ഉണ്ടായിരുന്നുള്ളൂ. ആ വെള്ളിപ്പാത്രങ്ങൾ വെച്ചു, അതിൻ്റെ ഒപ്പം വിളക്കുകാലും വെച്ചു, വെള്ളിക്കാലുകൾ. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നല്ല മുറി കൊടുത്തു. രാത്രിയായപ്പോൾ അയാളിലെ ഹിംസാവാസന ഉണർന്നു. ജീവിക്കാൻ ഒരു മാർഗവുമില്ല, എന്ത് ചെയ്യും? ആ വെള്ളിപ്പാത്രങ്ങൾ അയാളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാത്രി അയാളത് മോഷ്ടിച്ചു. എല്ലാം കൊണ്ട് അയാൾ ഒരു ചാക്കിൽ കെട്ടി സ്ഥലം വിട്ടു. ഇയാളെ പോലീസ് വഴിയിൽ വെച്ച് പിടികൂടി. പിറ്റേന്ന് അവരെ അയാളെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈ പാത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ബിഷപ്പ് പറഞ്ഞ അതിപ്രശസ്തമായ ഉത്തരം നിങ്ങളിൽ മിക്കവാർക്കും പേർക്ക് അറിയാം. ബിഷപ്പ് പറഞ്ഞു, ജോങ് വെൽജാങ്, ഞാൻ ആ വെള്ളിക്കാലുകൾ കൂടി നിങ്ങൾക്ക് തന്നല്ലോ, അതെന്താണ് നിങ്ങൾ കൊണ്ടുപോകാത്തത്? എന്നിട്ട് ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് ബിഷപ്പ് അദ്ദേഹത്തെ രക്ഷിച്ചു. ആ സ്ത്രീകൾ അമ്പരന്ന് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ആകെ സ്വത്ത് ഈ മനുഷ്യന് കൊടുത്തു. പിന്നീട് ആ ജീൻ വെൽജീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പരമകാരുണികനായ മനുഷ്യസ്നേഹിയായി ക്രിസ്തുവിൻ്റെ മഹത്വം മുഴുവൻ വെളിപ്പെടുത്തുന്ന ഒരാളായി മാറുന്ന പരിവർത്തനത്തിൻ്റെ അസാധാരണമായ ഒരു കഥയാണ് റൊമാൻറ്റിക് നോവലായ ലേ മിസറാബിൾ എന്ന് ഫ്രഞ്ച് പറയുന്ന പാവങ്ങൾ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ അസാധാരണമായ വിവർത്തനമുണ്ട്. 1925 ആ വിവർത്തനം പുറത്തു വന്നത്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ മാറ്റം വരുത്തിയത്, മലയാള സാഹിത്യത്തിൽ നോവൽ എന്ന സാഹിത്യ രൂപത്തെ ഉറപ്പിച്ചത് ആ വിവർത്തനം ആയിരുന്നു. അത് മുഴുവൻ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കഥയാണ്. ഫ്രഞ്ച് വിപ്ലവം രാജാവിനെ ശിരച്ഛേദം ചെയ്തു വധിച്ചു. രാജാധികാരം ഇനിമേൽ വേണ്ട, ആ രാജാധികാരത്തിന് പകരം ജനാധിപത്യം മതി എന്ന് പറഞ്ഞ് ജനാധിപത്യം കൊണ്ടുവന്നു. ആ ജനാധിപത്യം കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും അവസാനം അത് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറഞ്ഞ മറ്റൊരു സർവാധിപതിയെ അവിടെ അവരോധിക്കുന്നതിനകത്ത് കാരണം ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രാജഭരണത്തെ അട്ടിമറിക്കുന്ന ജനങ്ങൾ ഉയരാൻ തുടങ്ങി. ഒരു വശത്ത് ശാസ്ത്രം വികസിക്കുന്നു, അധികാരം വികസിക്കുന്നു, അതിൻ്റെ ഒപ്പം പുതിയ ചിന്ത വരുന്നു. ഇതുവരെയുള്ള അടിമത്തം വേണ്ട എന്ന് ജനങ്ങൾ ഉണർന്നെഴുന്നേക്കാൻ തുടങ്ങുന്നു. ഇത് നവോത്ഥാനത്തിൻ്റെ ഒരു ഫലമാണ്. കാരണം നവോത്ഥാനത്തിൻ്റെ ചിന്ത ആളുകളോട് പറഞ്ഞു, ശാസ്ത്രം കൊണ്ടുവന്ന തത്വങ്ങളോട് പറഞ്ഞു, എല്ലാ മനുഷ്യനും ഒരു മൂല്യമുണ്ട്. ആ മൂല്യം അവൻ സ്വതന്ത്രനായിരിക്കുന്നു എന്നുള്ളതാണ്. സ്വതന്ത്രനായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എനിക്ക് സ്വതന്ത്രനായി നിലനിൽക്കാൻ അവകാശമുണ്ട്, എനിക്ക് സ്വതന്ത്രനായി മുന്നോട്ട് പോകാനും എനിക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. എന്നെ നിഷേധിക്കുന്ന, എൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന എന്തിനേയും എനിക്ക് സമരം ചെയ്യാൻ കഴിയും. ഇതാണ് ആധുനികത്വം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മൂല്യം. ഈ ചരിത്ര സാഹചര്യം 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തോട് ലോകത്ത് മുഴുവൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഏറ്റവും വലിയ ഗുണമുണ്ടായത് അമേരിക്കൻ റവല്യൂഷനാണ്. കോളനി സ്ഥാപനത്തിനാണ് അമേരിക്കയിലെത്തിയത്. അമേരിക്കയിൽ കോളനി സ്ഥാപിക്കാത്ത യൂറോപ്യൻ ശക്തികളില്ല, എല്ലാവരും പോയി സ്ഥാപിച്ചു. അവസാനം ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏറ്റവും ചെറിയ രാജ്യമായ ബ്രിട്ടൻ ആയിരുന്നു.
പക്ഷേ അവസാനം അമേരിക്കക്കാർ തന്നെ ഈ കോളനികളിൽ കുടിയേറി ഇവരുടെ അനന്തര തലമുറക്കാർക്ക് അവർക്ക് യൂറോപ്പുമായിട്ട് ബന്ധമില്ല. തൊലി നിറം കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും അവർ വെള്ളക്കാരായിരിക്കാം. പക്ഷേ അവരവിടെ ജനങ്ങളാണ്. അവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് അവർ അമേരിക്കൻ റവല്യൂഷൻ നടത്തി, മെക്സിക്കൻ റവല്യൂഷൻ നടന്നു. വലിയ വിപ്ലവങ്ങളുടെ ഒരു പരമ്പര തന്നെ 19-ാം നൂറ്റാണ്ടിൽ അരങ്ങേറുന്നു. ഈ വലിയ വിപ്ലവങ്ങൾ അരങ്ങേറുന്നത് പുതിയ വിപ്ലവത്തെക്കുറിച്ചുള്ള ആശയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ തോമസ് പെയിൻ എന്ന് പറഞ്ഞ അമേരിക്കൻ ചിന്തകൻ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറഞ്ഞ അതിപ്രശസ്തമായ ഒരു രേഖ എഴുതി. മനുഷ്യൻ്റെ അവകാശങ്ങൾ, പിന്നീട് ലോകത്ത് മുഴുവനുണ്ടായ സാമൂഹ്യ വിപ്ലവങ്ങളെ, മനുഷ്യാവകാശങ്ങളെ മുഴുവൻ തോമസ് പെയിനിൻ്റെ ഈ രേഖ സ്വാധീനിച്ചു. മനുഷ്യൻ സ്വതന്ത്രനായൊരു ജീവിയാണ്, അതുകൊണ്ട് അവന് മനുഷ്യാവകാശങ്ങളുണ്ടെന്ന് പറയുന്ന, രാജ്യങ്ങൾക്ക് സ്വതന്ത്രത വേണമെന്ന് പറയുന്ന അതിപ്രധാനമായി ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിലിരിക്കുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെക്കുറിച്ച് വലിയ അവകാശം പറഞ്ഞ, വിപ്ലവം നടത്തിയ, ശാസ്ത്രത്തെ പുരോഗതി പ്രാപിപ്പിച്ച ഇതേ യൂറോപ്യന്മാർ നമ്മുടേതുപോലുള്ള നാടുകളിൽ എന്താ ചെയ്തത്? നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരുന്നു, നമ്മളെ തല്ലിക്കൊന്നു. ഈ സമയത്ത് കൊളോണിയലിസം ഇന്ത്യയെപ്പോലുള്ള നാടുകളിൽ ഭരണം നടത്തുകയും കച്ചവടം നടത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം സിവിലൈസിങ് മിഷൻ എന്നൊരു സംഘം, ഞാൻ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സ്വഭാവം, ബ്രിട്ടീഷ് ഭരണം മറ്റ് യൂറോപ്യൻ ശക്തികൾ ഇത് ചെയ്തു. നമ്മൾ ഭരിക്കുന്ന ഇന്ത്യയെ സിവിലൈസ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യക്ക് സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉണ്ടായിരുന്നു കാണുമല്ലേ? ചെറിയൊരു സിവിലൈസേഷനൊക്കെ നമുക്ക് ഉണ്ടാവാതിരിക്കുമോ? പക്ഷെ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇതത്ര ഒരു നല്ലതല്ല, സിവിലൈസ് ചെയ്യണം. കാരണം ഇവരുടെ ഇന്ത്യക്കാരുടെ സിവിലൈസേഷനൊക്കെ പണ്ടത്തേതാണ്, 10,000 കൊല്ലം പഴക്കമുള്ള, അതൊന്നും ഇനി ആവശ്യമില്ല. അവരൊരുപാട് പുസ്തകങ്ങളൊക്കെ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകമൊക്കെ നമ്മുടെ യൂറോപ്പിലെ ലണ്ടനിലെ ഒരു അലമാരയിൽ വെച്ച് പൂട്ടാനുള്ള വിജ്ഞാനമേ ഉള്ളൂ. അതുകൊണ്ട് പുതിയതായി പഠിപ്പിക്കണം, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങൾ വരെയുള്ള ഈ സിവിലൈസിങ് മിഷൻ, നമുക്ക് വിദ്യാഭ്യാസം തരണം, സ്കൂൾ തുടങ്ങണം, ആശുപത്രി തുടങ്ങണം, മോഡേൺ മെഡിസിൻ പ്രചരിപ്പിക്കണം, ഇതെല്ലാം നടത്തിയ യൂറോപ്യന്മാർ ഇന്ത്യക്കാരുടെ ഭാഷ പഠിക്കട്ടെ, സംസ്കൃതം പഠിക്കട്ടെ, ഇന്ത്യക്കാരെ ഭരിക്കാൻ ഇന്ത്യക്കാരുടെ സാമൂഹ്യ നിയമങ്ങൾ മതി എന്നാണ് പറഞ്ഞ്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ 4-ാമത്തെ ദശകത്തിൽ കഥ മാറുന്നു. 4-ാമത്തെ ദശകം 1836 തോമസ് മെക്കോളി എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ, ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹം ഇന്ത്യയിൽ സമഗ്രമായ നിയമപരിഷ്കരണത്തിന് തുടക്കമിടുന്നു. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും പരിഷ്കരണം നിയമപരിഷ്കരണത്തിലാണ് മാറ്റം തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമമല്ലേ? ആണോ? ക്യാമറ വന്നേ അറിയാമോ? ആണല്ലേ? എല്ലാവരും അറിഞ്ഞില്ലേ ക്യാമറകൾ വന്ന സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ? ഈ ക്യാമറ വന്നപ്പോൾ ആളുകൾ ബഹളം വച്ചു, അത് വലിയ കുഴപ്പമാണ്. പക്ഷേ ക്യാമറ എന്നൊരു ഗുണം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ നാട്ടിലെ ബൈക്ക് ആക്സിഡൻറ്റ് റേറ്റ് കുറഞ്ഞു. എല്ലാ ദിവസവും ബൈക്ക് അപകടത്തിൽ ചെറുപ്പക്കാർ മരിക്കുന്ന വാർത്തകളുടെ എണ്ണമായിരുന്നു കൂടുതൽ. അത് കുറഞ്ഞു. കാരണം നിയമത്തെ അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പണ്ടേ ഉള്ള നിയമമാണ് സീറ്റ് ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് വയ്ക്കണം, അതാരും അനുസരിക്കില്ല. നിയമവ്യവസ്ഥ വളരെ പ്രധാനമാണ്. നിയമത്തെ ഇപ്പോൾ ഇടത് സൈഡിലൂടെ മാത്രമേ ഇന്ത്യയിലും ബ്രിട്ടനിലും വണ്ടി ഓടിക്കാവൂ. ഞാനത് പാലിക്കില്ല, ഞാൻ വലതുവശത്തൂടെ ഓടിക്കൂ എന്ന് പറഞ്ഞാൽ എന്തൊരു അപകടമാണ്. അപ്പം നിയമം നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അപ്പം നിയമവ്യവസ്ഥയിലും കുഴപ്പങ്ങളുണ്ടാവും. കാലാനുസരണമല്ലാത്ത നിയമങ്ങളെ പരിഷ്കരിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു നിയമപരിഷ്കരണത്തിന് ബ്രിട്ടീഷുകാർ തുടക്കമിട്ടു. ആ പരിഷ്കരണം വലിയ കുഴപ്പങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ സാമൂഹ്യ മര്യാദകളും രീതികളും ഒന്നും അറിയാതെ യൂറോപ്യൻ ലോ മേക്കിങ്ങിൻ്റെ രീതികളനുസരിച്ച് യൂറോപ്യൻ ജൂറിസ്പ്രുഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ചില നിയമങ്ങൾ ഇവിടെ വച്ച് കെട്ടിയപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനത് കാരണമായി. ഹിന്ദു നിയമങ്ങൾ പരിഷ്കരിച്ചപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ വലിയ കുഴപ്പം ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് നമ്മുടെ മരുമക്കത്തായ സമ്പ്രദായത്തിന് ആകെ പ്രശ്നമുണ്ടായിപ്പോയത് ബ്രിട്ടീഷുകാരുടെ നിയമപരിഷ്കരണത്തിലാണ്. ഇതിൻ്റെ മറുവശത്ത് നിയമപരിഷ്കരണം കൊണ്ടുവന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ പുതിയ പോലീസ് സ്റ്റേഷനുകൾ വരുന്നു, കോടതികൾ വരുന്നു. ഇതിനു മുമ്പുള്ള കാലം ബ്രാഹ്മണ മേധാവിത്വത്തിലും ചാതുർവർണ്ണത്തിലും അധിഷ്ഠിതമായിരുന്ന ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ ഹൈന്ദവ സമൂഹവും ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരുമെല്ലാം ഇവരുടെ മതാത്മകമായ തത്വങ്ങൾ വച്ച് മനുഷ്യ ജീവിതത്തിന് നിരക്കാത്ത, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത നിയമങ്ങളാണ് നടപ്പിലാക്കിയത്. ഒരു ഉദാഹരണത്തിന് ഹിന്ദു രാജ്യങ്ങളിൽ നമ്മുടെ തിരുവിതാംകൂർ തന്നെ ഉദാഹരണം, ചില സംഹിതകൾ ആണ് ഉപയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ എഴുതിയ ചില പ്രാചീന നിയമസംഹിതകൾ, വ്യവഹാരമാല എന്നൊക്കെ പറഞ്ഞ സംസ്കൃതത്തിലെ ചില ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചാണ് നിയമം നടപ്പിലാക്കിയത്. അതിൽ ഒരേ കുറ്റകൃത്യം ബ്രാഹ്മണൻ ചെയ്താൽ ശിക്ഷയില്ല, ആ കുറ്റകൃത്യം ദളിതൻ ചെയ്താൽ അവനെ പിടിച്ച് കൊല്ലും. ഇതെന്തൊരു ശിക്ഷയാണ്? അങ്ങനെയുള്ള ഒരേ കുറ്റകൃത്യം ചെയ്തതിന് 2 പേർക്ക് 2 തരം ശിക്ഷ. ഇതിന് പുറമെ ശുചീന്ദ്രം കൈമുക്ക് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടാവുമോ? നിങ്ങളൊരു സാധനം മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു, കൊന്നു, നിങ്ങൾ കുറ്റം നിഷേധിക്കുന്നു, അവസാനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ ശുചീന്ദ്രത്ത് പോയി കൈമുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. ശുചീന്ദ്രം ഇന്ന് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പഴയ തിരുവിതാംകൂറിലാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. വളരെ പ്രാചീനമായ 22,000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിൽ തിളപ്പിച്ച എണ്ണ ഇങ്ങനെ തിളപ്പിക്കും. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറ്റം ചെയ്ത ആളുടെ കയ്യിൽ തുണി ചുറ്റിക്കെട്ടിയിട്ട് ഇയാളെ കൈ ഈ എണ്ണയിൽ മുക്കും. എന്നിട്ട് അതിൽ തുണി ചുറ്റിക്കെട്ടി വയ്ക്കും. ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞ് അഴിച്ചു നോക്കും. കൈ പൊള്ളിയില്ലെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തില്ല, പൊള്ളിയാൽ ഇയാൾ കുറ്റം ചെയ്തു. ശരിക്കും ഉടനെ കുറ്റവാളികൾ കണ്ടുപിടിക്കുന്ന ഇതിനേക്കാൾ ശാസ്ത്രീയമായ മാർഗമില്ല അല്ലേ? വളരെ ശാസ്ത്രീയമായ മാർഗമായിരുന്നു. ചെറിയ പ്രശ്നമുണ്ട്. ഇത് ആളുകൾ പറയും പോലെ എല്ലാ ദിവസവും രാവിലെ ശുചീന്ദ്രത്തിൽ ഇങ്ങനെ ആളുകളെ ക്യൂ നിർത്തി കൈയൊന്നും മുക്കാറില്ല. ശുചീന്ദ്ര കൈമുക്കെന്ന് വെച്ചാൽ അപൂർവമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം തിരുവിതാംകൂർ മഹാരാജാവ് അനുവദിച്ചാൽ മാത്രമേ ഈ കൈമുക്ക് നടത്താൻ പറ്റൂ. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് വിവരമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ആപ്ലിക്കേഷൻ വന്നാൽ ഉടനെ അനുവദിച്ചു, കൈമുക്കിക്കോ എന്ന് പറഞ്ഞാൽ പൊള്ളിയ കൈ ഉണക്കാനേ പിന്നെ സംസ്ഥാനത്ത് നേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ശിക്ഷാവിധികളുണ്ട്. ഇത് വളരെ അപൂർവമായിട്ടേ നടത്തിയിട്ടുള്ളൂ. കാരണം ശുചീന്ദ്ര കൈമുക്കിൽ ഒരാളിന് കൈ പൊള്ളിയില്ല എങ്കിൽ വലിയ വേറൊരു ശിക്ഷാവിധി കാത്തിരിപ്പുണ്ട്. രാജാവ് പ്രായശ്ചിത്തം ചെയ്യണം. കാരണം ഈ ആളിനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കോട്ടവാതിൽക്കൽ വെച്ച് മഹാരാജാവ് സ്വീകരിച്ച് നഗരപ്രദക്ഷിണം നടത്തണം എന്നാണ്. ഇയാൾ സത്യസന്ധനാണെന്ന് തെളിയിക്കാൻ. ആ ഗതികേടിന് മഹാരാജാക്കന്മാർ പോകാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഇത് അധികം നടന്നില്ല. പക്ഷേ പ്രാകൃതമായ ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ, ലിഖിതമായ നിയമമില്ലായ്മ, ആളുകളുടെ ജാതി അനുസരിച്ച് ഓരോ തരം ശിക്ഷകൾ, മതമനുസരിച്ച് വേറെ ശിക്ഷകൾ, ഇങ്ങനെ ചൂഷണാധിഷ്ഠിതമായ ഈ നിയമസമ്പ്രദായത്തിന് പകരം ചില ക്രമീകൃതമായ സമ്പ്രദായങ്ങൾ, ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ കൊളോണിയൽ ശക്തികളുടെ നിയമ സംവിധാനം അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ കേരളത്തിലുണ്ടായി. ഇന്ത്യൻ നിയമപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1811 ഒരു പുതിയ ദിവാൻ തിരുവിതാംകൂറിൽ വന്നു. തോമസ് മൺറോ എന്നു പേരുള്ള ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. തോമസ് മൺറോ ചട്ടവരിയോലകൾ എന്ന് പറഞ്ഞ് നിയമം പരിഷ്കരിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം രക്തരൂഷിതമായിരുന്നു തിരുവിതാംകൂറിൽ. കാരണം ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ആദ്യമായി ഒരു തിരുവിതാംകൂറിലെ ഒരു ദിവാനായ ഒരു ദളവ എന്നാണെന്നത്തെ ആസ്ഥാനപ്പേര്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ വാള് പിടിച്ച് നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം ബ്രിട്ടനെതിരെ സമരം ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അടൂരിനടുത്തുള്ള മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ശവം കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിലെ കണ്ണമ്മൂല എന്ന് പറഞ്ഞ, കണ്ണമ്മൂല പ്രശസ്തമായ സെമിനാരി ഉണ്ടെന്ന്, കണ്ണമ്മൂലയിലെ കുന്നിൻ പ്രദേശത്ത് ശവം പരസ്യമായി പ്രദർശിച്ചു, കെട്ടിത്തൂക്കിയിട്ടിരുന്നു ആളുകൾ കാണാൻ. ബ്രിട്ടനെ ദ്രോഹിക്കുന്നവർക്കെതിരെയുള്ള വലിയ ശിക്ഷാവിധിയായി. ഇങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിക്കെതിരെയുള്ള ആദ്യം സമരം ചെയ്ത ആളുകളിൽ ഒരാളാണ് വേലുത്തമ്പി. ഇതേ സമയത്ത് മലബാറിലെ കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റുമുട്ടുന്നു. തമിഴ്നാട്ടിലെ പാളയക്കാരന്മാരെന്ന് പറയുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പോലുള്ളവർ ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിഷ്കരണം മുഴുവൻ നടക്കുന്നത്. തിരുവിതാംകൂറിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല നാട്ടുരാജ്യങ്ങളിലും ഇത് പരിഷ്കരണങ്ങൾ, നിയമപരിഷ്കരണം വരും. അതിൻ്റെ ഒപ്പം നിയമത്തിൻ്റെ കൂടെ രണ്ടാമത് പള്ളിക്കൂടം വരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പതുക്കെ സ്കൂളുകൾ വരും. നിങ്ങൾക്ക് തിരുവിതാംകൂറിൽ വന്ന ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എവിടെയെന്നറിയാമോ? ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്കൂൾ ഇന്ന് തമിഴ്നാട്ടിലെ മയിലാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആ മയിലാടിയിലാണ് കരിങ്കൽ കൊണ്ട് ശില്പങ്ങൾ കൊത്തലാണ് മയിലാടിയിലെ ആളുകളുടെ ജോലി. മയിലാടിയിൽ കരിങ്കൽ വലിയ പടുകൂറ്റൻ കരിമ്പാറകൾ കൊത്തുന്ന മഹാശില്പികളുടെ നാടാണ്. അവർ ആർട്ടിസാന്മാരാണ്. അയോധ്യയിൽ BJP രാമക്ഷേത്രം ഉണ്ടാക്കില്ലേ? അങ്ങനെ സംഭവം ഉണ്ടായല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു നിങ്ങൾ അറിഞ്ഞില്ലേ. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇന്ത്യയെ പിന്നോക്കം കൊണ്ടുപോയി ഈ ഒരൊറ്റ ക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ വഴക്ക് കാരണമാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഴുവൻ തൂണുകളും കരിങ്കൽ തൂണുകളും മയിലാടിയിൽ നിന്ന് കൊത്തിക്കൊണ്ട് തീവണ്ടി മാർഗം കൊണ്ടുപോയി. ഈ മയിലാടിയിൽ റിങ്കിൾ ടോബി എന്ന പേരുള്ള ഒരു ജർമ്മൻ, ഒരു പ്രഷ്യൻ മിഷണറിയാണ് ആദ്യത്തെ സ്കൂൾ തുടങ്ങി. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്ന് ഒരു സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവിന് അനുവാദം ചോദിച്ചു. പിന്നോക്ക ജാതിക്കാരായ ആളുകൾ താമസിക്കുന്ന മയിലാടി എന്ന് പറഞ്ഞ പ്രദേശത്ത് ചെന്ന് അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഒരു കൊച്ചു പള്ളിയും തുടങ്ങുന്നു.
അപ്പോൾ മഹാരാജാവ് അനുവദിച്ചു, വിദ്യാഭ്യാസം പ്രചരിക്കട്ടെ, ആത്മീയതയുടെ വെളിച്ചം ഒരു വശത്തും ഭൗതികതയുടെ വെളിച്ചം മറുവശത്തും പ്രചരിക്കാൻ ഇത് രണ്ടും ഉപകരിക്കും. അവിടെ ഇന്നതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. റിങ്കിൾ ടോബിയുടെ സ്മാരകം ആയിട്ടാണ് അതിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാട് സർക്കാർ. ഈ പള്ളിക്കൂടങ്ങളുടെ വരവ്, ഇത് വരുമ്പോൾ പതുക്കെ പള്ളിക്കൂടങ്ങളുടെ പ്രത്യേകത, പള്ളിക്കൂടങ്ങളിൽ പുസ്തകങ്ങൾ വേണം, പള്ളിക്കൂടങ്ങളിൽ ആശയങ്ങൾ പഠിപ്പിച്ചേ പറ്റൂ. ഈ ആശയങ്ങൾ വരുന്നു, അങ്ങനെ പുതിയ ആശയങ്ങൾ വരുന്നു. അപ്പോൾ ക്രിസ്തുമത പ്രചാരകരായ മിഷണറിമാർ നാട്ടിലെങ്ങും സഞ്ചരിക്കുന്നു. രാജഭരണകൂടം അവർക്ക് അനുമതി നൽകുന്നു. കാരണം രാജഭരണകൂടത്തിന് അതങ്ങ് പ്രിയം വന്നതുകൊണ്ട് മാത്രം സമ്മതിച്ചോന്നാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം രാജഭരണകൂടങ്ങളുടെ എല്ലാം മുകളിൽ മേൽക്കോയ്മയിൽ ആരും നിൽപ്പുണ്ട്? ബ്രിട്ടീഷ് റെസിഡൻ്റ് നിൽപ്പുണ്ട്. ബ്രിട്ടീഷ് റെസിഡൻ്റ് നിൽപ്പുള്ളത് കൊണ്ട് യൂറോപ്പിൽ നിന്ന് വന്ന, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർക്ക് നിർബാധമായ മതപ്രചാരണം നടത്തുന്നതിനും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും സ്വത്ത് ആർജിക്കുന്നതിനും എല്ലാം കഴിഞ്ഞു. ഇത് പറയുമ്പോൾ കത്തോലിക്കരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെന്ന് എനിക്കറിയാം, അല്ലേ? പ്രൊട്ടസ്റ്റൻസാണ്, കാത്തലിക്സാണ്. കാരണം ഈ രണ്ട് പാരമ്പര്യങ്ങളുടെയും വ്യത്യാസം, വളരെ പ്രാചീനമായ ഒരു കാത്തലിക് പാരമ്പര്യമുള്ള നാടാണ് കേരളം, അല്ലേ? സെയിൻറ്റ് തോമസിൻ്റെ പാരമ്പര്യമാണ് കേരളത്തിലെ കത്തോലിക്കർ അവകാശപ്പെടുന്നത്. സെയിൻറ്റ് തോമസിൻ്റെ കഥയെക്കുറിച്ചുള്ള ചരിത്രമൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എന്തായാലും 4th സെഞ്ച്വറി മുതൽ കേരളത്തിലേക്ക് ബ്രാഹ്മണ കുടിയേറ്റം നടക്കുന്നത് മുതലേ തന്നെ കേരളത്തിൽ ക്രൈസ്തവരുടെ നാമമാത്രമായ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. കാനായിലെ തൊമ്മൻ്റെ കഥ നമുക്കറിയാം. പക്ഷേ 19-ാം നൂറ്റാണ്ട് വരെയും കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ അതിഭീമമായി വളർന്നിരുന്നില്ല. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച സിറിയൻ കാത്തലിക്സ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ വിശ്വാസക്രമത്തിൽ ഇങ്ങനെ പാരമ്പര്യത്തെ കൂട്ടി, ഭാരതീയമായ അടിത്തറയും പൗരസ്ത്യമായ പാശ്ചാത്യമായ വിശ്വാസവുമുള്ള ഒരു പ്രത്യേക ക്രമമായിട്ടാണ് കടന്നു പോകുന്നത്. അതേസമയം പോർച്ചുഗീസ് കൊളോണിയലിസത്തോടുകൂടി കടൽ തീരപ്രദേശങ്ങളിൽ അവർ കുറച്ചുകൂടി റിലീജിയസ് ഫെർവറുള്ള ഒരുതരം കാത്തലിസിസവും പ്രചരിപ്പിച്ചിരുന്നു. ഇതെല്ലാം പല റീത്തുകളായിട്ടാണെന്ന് കേരളത്തിൽ തുടരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ലത്തീൻ റീത്തും മലങ്കര റീത്തും സുറിയാനി റീത്തും ഒക്കെ കേരളത്തിലെ കത്തോലിക്ക സഭയിലുണ്ട്. പക്ഷേ നിർബന്ധിതമായ മതപരിവർത്തനമോ സംഘടിതമായ മതപരിവർത്തനമോ ഒന്നും കേരളത്തിൽ നടന്നിട്ടില്ല. കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക ധാരയുടെ ഒപ്പം, പാരമ്പര്യത്തിൻ്റെ ഒപ്പം, ഹിന്ദുമതത്തിൻ്റെ ഒപ്പം, ഇവിടെയുള്ള ഇസ്ലാമിൻ്റെ ഒപ്പം കത്തോലിസിസവും ക്രൈസ്തവതയും കടന്നു പോവുകയാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷ് അധികാരശക്തിയുടെ പിൻബലത്തിൽ പ്രൊട്ടസ്റ്റൻറ്റുകൾ നിർബന്ധിത മതപരിവർത്തനം ആരംഭിക്കുന്നു. മതപരിവർത്തനം കേരളത്തിൽ വ്യാപകമായി തീരുന്നു. സ്വത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ സ്വത്ത് പരിശോധിച്ചാൽ കത്തോലിക്കർക്കുള്ളതിനേക്കാൾ സ്വത്ത് മിക്കവാറും പ്രൊട്ടസ്റ്റൻറ്റുകൾക്കാവാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? ഔദ്യോഗികമായ കണക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല, എങ്കിലും അതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ കണക്ക് നോക്കിയാൽ അതിനാണ് സാധ്യത. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. കാരണം തിരുവനന്തപുരത്ത് ഞാനിതൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മതപരിവർത്തനത്തെ എതിർക്കുന്ന കാവ്യ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന ഒരു BJP-ക്കാരനോ RSS സംഘപരിവാറുകാരനോ വന്നതെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ അത് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് മതം പ്രചരിപ്പിക്കുന്നു, വിദ്യാലയങ്ങൾ വരുന്നു. ഒരേ സമയത്ത് മതവും വിദ്യാഭ്യാസവും. ഇതിൻ്റെ ഒപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. നിങ്ങൾ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം സ്ഥാപിച്ചാലും എന്തിനു വേണ്ടി വിദ്യാലയം സ്ഥാപിച്ചാലും വിദ്യാഭ്യാസത്തിനൊരു കുഴപ്പമുണ്ട്. അത് ആശയങ്ങൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കും. ആശയങ്ങൾ പൊട്ടിത്തെറിക്കുന്ന വിത്തുകളെ പോലെ ആണ്. മരങ്ങളിൽ പൊട്ടിച്ചു തറുന്ന വിത്തുകൾ എവിടേക്ക് പോകുന്നു, ഏതൊക്കെ പക്ഷികൾ അവ കൊത്തിക്കൊണ്ടു പോകുന്നു എന്ന് നിങ്ങൾക്ക് പ്രവചിക്കുക സാധ്യമല്ല. ആശയങ്ങളുടെ വൃക്ഷങ്ങൾ, ആശയങ്ങളുടെ വള്ളികൾ പല രൂപങ്ങളിൽ പൊടിച്ചു വന്നുകൊണ്ടേയിരിക്കും. പതുക്കെ ഈ ആശയങ്ങൾ ഈ സമൂഹത്തിൽ വരുന്നു. സ്വതന്ത്രതയുടെ ആശയങ്ങൾ വരുന്നു. നിയമനിർമ്മാണം ഒരു വശത്ത്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോഴേക്കും കേരളം മറ്റൊരു മാറ്റത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ മാറ്റം ചിന്തയുടെ മാറ്റമാണ്. എന്തുകൊണ്ടും മറ്റൊരു തരം ജീവിതം സാധ്യമല്ല. നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? നാം ഇങ്ങനെ ദൈവസൃഷ്ടികളാണ് എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിതം സുഖകരമായി നന്നായി മറ്റുള്ളവരെ പോലെ കൊണ്ടു നടക്കാൻ അവകാശമില്ലേ എന്ന ഒരു ചോദ്യം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകും. കാരണം ജാതീയമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതി സമ്പ്രദായം ഇല്ലാതെ വന്ന മതങ്ങൾ പോലും ഇവിടുത്തെ ജാതിയുടെ മെക്കാനിസം അവയെ പിടികൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ജാതിയുടെ മെക്കാനിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലേ സമരം നടത്തി. ജാതി അതിനേക്കാൾ ശക്തിയുമായിട്ട്, അതിനേക്കാൾ പല്ലും നഖവും മൂർച്ച കൂട്ടിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അറിഞ്ഞുകൂടെ? ജാതി അതിശക്തമാണ്. അപ്പോൾ ജാതിരഹിതമായ മതങ്ങൾ ഇവിടെ വന്നു. നൂറ്റാണ്ടുകളായി ആ മതങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടും ജാതിയെ അടിവേരിളക്കി കളയാനോ
പരിപൂർണമായൊരു സമത്വം സ്ഥാപിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ നവോത്ഥാനം അതുകൊണ്ട് പരാജയപ്പെട്ട ഒരു നവോത്ഥാനമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ജാതിക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ പതുക്കെ പതുക്കെ ഉയരാൻ തുടങ്ങുന്ന സന്ദർഭം ആദ്യം കൊണ്ടുവന്നത് അച്ചടി യന്ത്രങ്ങളാണ്. കാരണം ചിന്ത പുസ്തക രൂപത്തിലേ വരൂ. പുസ്തകം അതിനു മുമ്പും ഉണ്ടായിരുന്നു. കേരളത്തിനും വലിയ അതിസമർത്ഥമായൊരു പുസ്തക പാരമ്പര്യമുണ്ടെന്നറിയാം. താളിയോലകളിലാണ് നമ്മൾ എഴുതി വന്നത്. അച്ചടിച്ച പുസ്തകം യൂറോപ്പിൻ്റെ സംഭാവനയാണ്. അച്ചടിച്ച ഒരു പുസ്തകം 19-ാം നൂറ്റാണ്ടിലാണ് മലയാളത്തിൽ വന്നത്. ഭാഗ്യവശാൽ മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം പിറന്ന നഗരത്തിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്, അല്ലേ? അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത വർഷം അതിൻ്റെ ഞാൻ കേരളത്തിൽ അച്ചടിച്ച മലയാളത്തിൻ്റെ പുസ്തകം കഴിഞ്ഞ വർഷം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകത്തിൻ്റെ 250-ാം വർഷമായിരുന്നു. 1772 റോമിൽ ക്ലമൻ പിയാനിയൂസ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ കേരളത്തിൽ നമ്മുടെ വരാപ്പുഴ സെമിനാരിയിൽ ദീർഘകാലം മലയാളം പഠിപ്പിച്ച, ഇവിടെ വന്ന് മലയാളം പഠിപ്പിച്ച, തിയോളജി പഠിപ്പിച്ച ഒരു പുരോഹിതൻ റോമിൽ പോയി, റോമിലെ പ്രൊപ്പഗാന്ത കോളേജിൽ പോയി. പ്രൊപ്പഗാന്ത പ്രസ് ഉണ്ടായിരുന്നു. റോമിലെ പ്രൊപ്പഗാന്ത പ്രസ്സിൽ അന്ന് ബിഷപ്പ് ഒരു വലിയ തീരുമാനമെടുത്തു. ലോകത്തെങ്ങും പ്രാദേശിക ഭാഷകളിൽ ബൈബിൾ പ്രചരിപ്പിക്കണം. നമ്മളവിടെ പോയി ലത്തീനിൽ ഉള്ള ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല. മറ്റ് ഭാഷകളിലുള്ള ആളുകൾക്കത് മനസ്സിലാവില്ല. അവരുടെ ഭാഷയിൽ വേദസാരം പറയണം. ഹിന്ദുക്കൾക്ക് മുമ്പിൽ സംസ്കൃതത്തിൽ പറയുമല്ലോ ഭഗവത്ഗീതയൊക്കെ. ആർക്ക് മനസ്സിലാവാനാ? ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിലൊക്കെ ഭാഗവത പാരായണം നടത്തും. സംസ്കൃതത്തിലാണ് ഭാഗവതം വായിക്കുന്നത്. എന്നിട്ട് ആൾ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനം മനസ്സിലാവും. പിന്നെ സംസ്കൃതം ആയതുകൊണ്ട് നമുക്കൊരു അപരിചിതത്വം തോന്നില്ല. ആ വാക്കുകളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യൻ ഈണങ്ങൾ വരും. മറ്റൊരു മതസ്ഥനായാലും സംസ്കൃതത്തിലുള്ള ഒരു കീർത്തനമൊക്കെ കേട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താ? അതിലെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടില്ല, അർത്ഥം അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. ലത്തീൻ കേട്ടാലോ? ലത്തീൻ പഠിക്കാത്ത ആളിനെ സംബന്ധിച്ച് ദാറ്റ്സ് ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ കുടിച്ചുകൊണ്ടിങ്ങിട്ട് തന്നൊരു പൊട്ടൻ പണ്ട് പറഞ്ഞതായി ഒരു ശംഖ് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ശംഖ് ഉതുകയായിരുന്നു ഒരാൾ. അപ്പം ഈ മറ്റേ ആൾ കാത് കേട്ടുകൂടാത്തതുകൊണ്ട് പറഞ്ഞു, നീ കുടിച്ചു കഴിഞ്ഞെങ്കിൽ ബാക്കി ഇങ്ങനെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് നമ്മളിതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം വരുന്നു. അതുവരെ താളിയോലയുടെ സ്ഥാനത്തേക്ക് പുസ്തകം വരുന്നു. ആ സമയത്താണ് ഈ പുസ്തകം വന്ന് പിന്നെയും 40 കൊല്ലം കഴിഞ്ഞിട്ട് കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി എന്ന് പ്രസ് സ്ഥാപിച്ചത്. CMS പ്രസ് സ്ഥാപിച്ചതും അദ്ദേഹം 1824 അടുത്ത കൊല്ലം 200-ാം വർഷമാണ്. അത് മറക്കരുത്. കോട്ടയത്ത് വലിയ ആഘോഷം നടക്കും. അത് പ്രൊട്ടസ്റ്റൻ്റുകാരടിച്ച ഒരു പുസ്തകമാണ്. നമ്മൾ ആ വഴി പോണ്ട എന്നൊന്നും വിചാരിച്ച് കളയരുത്. അപ്പോൾ ആ മലയാള പുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ നിമിഷമാണ് ആ വരാൻ പോകുന്നത്. ആ പുസ്തകം അച്ചടിക്കുന്നു. അച്ചടി യന്ത്രം സ്വയം രൂപകൽപ്പന ചെയ്യുന്നു ബെയ്ലി. അതേ സമയത്ത് ഈ അച്ചടി യന്ത്രത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ മറ്റൊരു കത്തോലിക്ക പുരോഹിതനുണ്ട്. മാന്നാനം ക്രൈസ്തവാശ്രമത്തിൽ ഉണ്ട് ആ പുസ്തകം അദ്ദേഹം അച്ചടിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം ഒരു പ്രസ് സ്ഥാപിക്കുന്നു. ബെയ്ലിയുടെ പ്രസ് സ്ഥാപിച്ച് 2-3 കൊല്ലം ബെയ്ലിയുടെ ഉപദേശപ്രകാരം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ മഹാരാജാവ് ഒരു പ്രസ് സ്ഥാപിക്കുന്നു. അത് ഗവൺമെൻറ് പ്രസ്സാണ്. സർക്കാരിൻ്റെ രേഖകൾ അച്ചടിക്കുന്നത്. അതൊരു സെക്കുലർ പ്രസ്സാണ്. ഒന്ന് സായിപ്പാണ് സ്ഥാപിച്ചത്, മറ്റേത് രാജാവാണ് സ്ഥാപിച്ചത്. നാട്ടുകാരനായ ഒരാൾ ഒരു പ്രസ് സ്ഥാപിക്കുന്നു. ഒരു മലയാളി. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച ഒരാളാണ്. CMI സഭക്കാരനാണ് അദ്ദേഹം. ചാവറ പിതാവ് ഒരു അച്ചടി യന്ത്രം സ്ഥാപിക്കുന്നു. അച്ചടി യന്ത്രം സ്ഥാപിച്ച് മാന്നാനത്താണ് ആ പ്രസ് സ്ഥാപിച്ചത്. ആ പ്രസ്സിലാണ് ജ്ഞാനപീയൂഷം എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം അച്ചടിക്കുന്നത്. പിൽക്കാലത്ത് ദീപിക പത്രം എത്രയോ വർഷം ചാവറ പിതാവിൻ്റെ പ്രസ്സിൽ അച്ചടിച്ചത് ആദ്യകാലത്ത്. ആ പ്രസ് കഴിഞ്ഞ ഉടൻ തന്നെ തലശ്ശേരിയിൽ ഹെർമൻ ഗുണ്ടർട്ട് ഒരു പ്രസ് സ്ഥാപിക്കുന്നു. ഈ അച്ചടി യന്ത്രങ്ങൾ 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും കേരളത്തിൽ 60-ലധികം അച്ചടിശാലകൾ വന്നു കഴിഞ്ഞിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങൾ മാത്രമല്ല അച്ചടിച്ചത്, സാഹിത്യകൃതികൾ അച്ചടിച്ചു, ഹിന്ദു പുരാണങ്ങൾ അച്ചടിച്ചു. പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ആർക്കും അച്ചടിക്കാമെന്നായി. അതുവരെ ബൈബിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റ് മതഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അവ പോലെയല്ല, എല്ലാ മനുഷ്യനും കാശ് കൊടുത്തു വാങ്ങാവുന്ന പുതിയ ആശയങ്ങൾ, ആർക്കും അവനവൻ്റെ ഇഷ്ടം പോലെ അച്ചടിക്കാവുന്ന പുസ്തകങ്ങൾ വന്നു. ഈ പുസ്തകങ്ങൾ വന്നപ്പോൾ അച്ചടി യന്ത്രവും അച്ചടിശാലയും വന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ചില വാസ്തവങ്ങൾ പ്രവേശിക്കുന്നു, പുതിയ ചില അധിഷ്ഠാനങ്ങൾ പ്രവേശിക്കുകയാണ്. പള്ളിയുടെ സ്ഥാനത്തേക്ക്, ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് ദേവാലയം, ഒരു പുതിയ ദേവാലയം കടന്നു വരുന്നു, വിദ്യാലയം. അതുപോലെ തന്നെ അച്ചടിശാല കടന്നു വരുന്നു. ആരാധനാ വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അച്ചടി യന്ത്രം എന്ന് പറഞ്ഞ പുതിയ ആരാധനാമൂർത്തി കടന്നു വരുന്നു.
അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അച്ചടി യന്ത്രങ്ങളിൽ ഉപയോഗിച്ച് പത്രങ്ങൾ അച്ചടിക്കാം എന്നുള്ള ധാരണ വന്നു. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് 1847 തലശ്ശേരിയിൽ നിന്ന് ഹേമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം എന്ന പത്രമാണ്. അത് സത്യത്തിൽ നമ്മളെ മലയാളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇച്ചിരി പഴക്കം ഇരിക്കട്ടെ എന്ന് പറയാമെന്നേ ഉള്ളൂ. അതൊരു മതപ്രചാരണാർത്ഥമുള്ള ഒരു ലഘുലേഖ മാത്രമാണ്. പത്രം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതാണ്. അത് വാർത്തകളാണ് അറിയിക്കേണ്ടത്. അതിനെപ്പോഴൊരു സെക്കുലർ നേച്ചർ വേണം. അത് മതതത്വങ്ങൾ പറഞ്ഞാൽ, രാജതത്വങ്ങൾ മാത്രം പറഞ്ഞാൽ അത് പത്രം ആവുകയില്ല. നമ്മൾ പത്രം വായിക്കുന്നത് ഏതെങ്കിലും ഒരാളിൻ്റെ മലയാള മനോരമ വായിക്കുന്നത് മാത്യുവിൻ്റെ അഭിപ്രായം കേൾക്കാനല്ല. ആണോ? മാത്യു സാർ എന്തെല്ലാം രാവിലെ പറഞ്ഞു എന്നറിയാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ മനോരമ വായിക്കുന്നത്. മനോരമ വായിക്കുന്നത് നമ്മൾ വാർത്തകൾ അറിയാനാണ്. അത് എഴുതുന്നില്ല, അവരുടെ പെർസ്പെക്റ്റീവൊക്കെ ഉണ്ടാവാമായിരിക്കാം. അപ്പോൾ സ്വതന്ത്രമായ പത്രപ്രവർത്തനം, പക്ഷേ സ്വതന്ത്രമായ അത്തരം പത്രപ്രവർത്തനം ഉണ്ടാകുന്നത് അതിന് കുറേ വർഷം കൂടെ കഴിഞ്ഞ് 1881 അപ്പോൾ ഏതാണ്ട് സമയം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. 1889 ഈ കോട്ടയംകാരനായ ഒരു മനുഷ്യൻ കൊച്ചി ചെന്നൊരു പത്രം തുടങ്ങി. അദ്ദേഹമല്ല, ഒരു ഗുജറാത്തിയാണ്. ദേവ്ജി ഭീംജി എന്ന് പറഞ്ഞൊരു ഗുജറാത്തി കച്ചവടക്കാരൻ ഒരു പത്രം തുടങ്ങി. ഞാനൊരു പേരിട്ടു കേരളമിത്രം. കേരളം ഉണ്ടായിട്ടില്ല. ഉണ്ടോ? കേരളം ഉണ്ടായത് ഏത് വർഷമാണ്? 56 നവംബർ 1 കേരളം ഇല്ലായിരുന്നോ? ഓക്സിജൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓക്സിജൻ സ്ഥലത്തില്ലായിരുന്നോ? അത് പണ്ടേ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നേ ഉള്ളൂ. പിന്നീടൊരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയെന്നേ ഉള്ളൂ. നമ്മൾ പണ്ടേ ഉണ്ട്, മഹാഭാരതത്തിലെ കേരളം എന്നൊക്കെ പരാമർശമുണ്ട്. നമ്മുടെ ഭാഷയൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ മലയാളം അല്ലെങ്കിൽ മറ്റൊരു ഭാഷ നമ്മൾ പറഞ്ഞിരുന്നു. കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1881 കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഈ ഗുജറാത്തിയായ ദേവ്ജി ഭീംജിയുടെ കേരളമിത്രം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപരായി. മലയാളത്തിലെ യഥാർത്ഥ ആദ്യത്തെ വർത്തമാന പത്രം കേരളമിത്രമാണ്. കൊച്ചിയിൽ നിന്ന് നടത്തിയത്. ഒരു വർഷം മാത്രമേ അദ്ദേഹം പത്രാധിപരായിരുന്നുള്ളൂ. അദ്ദേഹം തിരിച്ചു പോന്നു, കോട്ടയത്തേക്ക് മടങ്ങി. അദ്ദേഹം ഒരു പുതിയ പത്രം തുടങ്ങാനുള്ള ശ്രമം നടന്നു. ഇതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് മലയാളി എന്നൊരു പത്രം ആരംഭിച്ചു. കോട്ടയത്ത് ദീപിക, അന്ന് നസ്രാണി ദീപിക എന്നാണ് പേര്. 1886 ദീപിക പത്രം ആരംഭിക്കുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പുതിയ ഒരു പത്രം തുടങ്ങാനായിട്ട് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ശ്രമിച്ചു. 1890 അദ്ദേഹം മലയാള മനോരമ സ്ഥാപിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് തുടങ്ങിയ ആ 2 പത്രങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദീപിക ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നു. ഇന്ന് നിലവിലുള്ള കേരളത്തിലെ ഏറ്റവും പഴയ പത്രം, അന്ന് തുടങ്ങിയത് മുതൽ അഭംഗുരമായി അനുസ്യൂതമായി പബ്ലിഷ് ചെയ്തു വരുന്നുള്ള ദീപികയാണ് ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രാചീനമായ പത്രം. ഇതേ സമയത്ത് 1884 ദീപിക തുടങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട്ട് കേരള പത്രിക എന്നൊരു പത്രം വന്നു. സത്യത്തിൽ 40 കൊല്ലക്കാലം നടന്ന ആ പത്രത്തിൻ്റെ ഒരു താള് പോലും ഇന്ന് ബാക്കിയില്ല. കേരളത്തിൽ ആദ്യമായി സ്വതന്ത്രമായ പത്രപ്രവർത്തനം, രാഷ്ട്രത്തെ ഉൾക്കൊള്ളുന്ന പുതിയൊരു പത്രശൈലി അവതരിപ്പിച്ച് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമമേനോൻ അല്ലെങ്കിൽ സി കുഞ്ഞിരാമമേനോൻ എന്ന് പറഞ്ഞുള്ള ആ പത്രപ്രവർത്തകനാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവായി നമ്മൾ ഗണിക്കുന്നതും സി കുഞ്ഞിരാമമേനോനെയാണ്. അദ്ദേഹമാണ് സർക്കാരിനെ എതിർത്തതിന് ആദ്യമായി ഫൈൻ അടയ്ക്കേണ്ടി വന്ന ആദ്യത്തെ പത്രാധിപർ. 1905 ലണ്ടനിൽ നടന്നൊരു പത്രാധിപ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് കുഞ്ഞിരാമമേനോൻ. കുഞ്ഞിരാമമേനോൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 40 വർഷം പത്രം നടത്തിയ കുഞ്ഞിരാമമേനോന് അവസാനം അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരായിരുന്നു. പക്ഷേ കോൺഗ്രസ് തുടങ്ങുന്നതിന് 1 കൊല്ലം മുമ്പാണ് അദ്ദേഹം പത്രം തുടങ്ങി. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ കോൺഗ്രസ് തുടങ്ങി. അദ്ദേഹം അതിനിട്ട പേര് ഭാരത മഹാജന സഭ എന്നാണ് പത്രത്തിലടിച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരത മഹാജന സഭ. അത്ര മനോഹരമായ വിവർത്തനമാണ് അദ്ദേഹം പത്രത്തിൽ കൊടുത്തത്. അപ്പോൾ അച്ചടിച്ച പത്രങ്ങൾ വരുന്നു, അച്ചടിച്ച പുസ്തകങ്ങൾ വരുന്നു, ആളുകളാകെ മാറാൻ തുടങ്ങുന്നു. വിദ്യാലയങ്ങൾ വന്നോടി വിദ്യാഭ്യാസം കൂടി. ഈ വിദ്യാഭ്യാസം സാധാരണക്കാരന് കിട്ടി. ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തത് ജാതിയിൽ താഴ്ന്നവരായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾക്കാണ് വിദ്യാഭ്യാസം കൊടുത്തത്. അവരെ നടത്തിയ വിദ്യാലയങ്ങൾ മേൽജാതിക്കാരും പഠിച്ചു കാണാം. മേൽജാതിക്കാരൻ മിക്കവാറും വീട്ടിലിരുന്ന് സംസ്കൃതം പഠിച്ചു. അവർക്ക് വേണ്ടി വിദ്യാലയങ്ങളുണ്ടായി. താഴ്ന്ന മനുഷ്യരിലേക്ക്, ദളിതരായ പാർശ്വവൽകൃതരായ മനുഷ്യരിലേക്ക് വിദ്യയുടെ സന്ദേശം എത്തിച്ചേരുന്നു. നോക്കൂ, ഒരു സൊസൈറ്റി പതുക്കെ മാറാൻ തുടങ്ങുകയാണ്. പഴയ കാഴ്ചകൾ മാറുന്നു. ഇതിൻ്റെ ഒപ്പം ശാസ്ത്ര സാങ്കേതിക വികാസങ്ങൾ വരുന്നു. അച്ചടി യന്ത്രവും വിദ്യാഭ്യാസവും വിദ്യാലയവും അച്ചടിച്ച പുസ്തകവും അച്ചടിച്ച പത്രവും മാത്രമല്ല, വഴികൾ വരുന്നു. പതുക്കെ പാലങ്ങൾ വരുന്നു. വീടുകൾ പുതിയതായി ഉണ്ടായി വരുന്നു. ഗ്രാമസമൂഹങ്ങൾ വലുതായി വരുന്നു. ചന്തകൾ രൂപപ്പെടുന്നു. പതുക്കെ ഗതിവേഗമാർജിക്കുകയാണ്. 1994-95 ഈ നഗരത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. 95 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 28 കൊല്ലമായി. 28 കൊല്ലം മുമ്പ് ഞാൻ കണ്ട കോട്ടയമല്ല ഇന്നത്തെ
കോട്ടയം. നിങ്ങൾ കാണുന്ന കോട്ടയം അതല്ല. 28 കൊല്ലം മുമ്പ് ഞാൻ കാണുന്ന കോട്ടയമല്ല നിങ്ങൾ കാണുന്നത്. കോട്ടയം വളരെ വികസിതമായ, അന്ന് ഒരു സ്ക്രൈപ്പർ ബിൽഡിംഗ് ഒരു ഫ്ലാറ്റോ മറ്റോ ഉണ്ടായിരുന്നത് ഇവിടെ കളക്ട്രേറ്റിന് എതിർവശത്ത്. ഇന്നോ ഇങ്ങനെ അതിവേഗം കോട്ടയത്തെ സമൂഹം ഇന്ന് മാറിയെങ്കിൽ പണ്ടും ഇതുപോലുള്ള വലിയ മാറ്റം വന്നുകൊണ്ട് ഈ മാറ്റം എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കുന്നു. വിദ്യാലയം വരും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അച്ചടി, അച്ചടിശാല, വിദ്യാലയം, അച്ചടി യന്ത്രം, അച്ചടിച്ച പുസ്തകം, അച്ചടിച്ച പത്രം, അഭിപ്രായം രൂപപ്പെടുന്നു. ആളുകൾ സ്വതന്ത്രതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1889 ആളുകൾ തോന്നി തുടങ്ങി എനിക്ക് ചില അവകാശങ്ങളുണ്ട്, സമുദായത്തിൻ്റെ ഈ സ്ഥിതി മാറണം. ഹിന്ദു സമുദായത്തിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു വന്നത് ശ്രീനാരായണ ഗുരു 1881 നടത്തിയ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഈഴവ ശിവനെ ഞാൻ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞോ ഇല്ലയെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് ദൈവത്തെ പ്രതിഷ്ഠിക്കാനൊന്നും ഒരു അവകാശവുമില്ല. ഒരു ക്രൈസ്തവ സഭയിൽ ഒരാളിന് ഞാൻ ഇന്ന് രാവിലെ ബിഷപ്പായി മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഒരു ബിഷപ്പിനെ വാഴിക്കണമെങ്കിൽ മറ്റൊരു ബിഷപ്പിന് മാത്രമേ സാധ്യമാകൂ, അല്ലേ? അങ്ങനെ തെറ്റിയോ? അപ്പം ഞാൻ രാവിലെ പോലെ ഇന്ന് ബിഷപ്പാണേ എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചോ മെഡിക്കൽ കോളേജ് വെച്ചാലൊന്നും നടക്കില്ലല്ലോ. നടക്കുമോ? അപ്പോൾ അതുപോലെയാണ് ക്ഷേത്രത്തിലൊന്നും പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അത് ബ്രാഹ്മണൻ വേണമെന്നാണ് ഹിന്ദുക്കളുടെ നിയമം. എന്നാൽ ഈഴവനായ പിന്നോക്ക ജാതിയാണെന്നാണ് വൈപ്പ് ഈഴവനായ നാരായണഗുരു പറഞ്ഞു, അദ്ദേഹം സംസ്കൃതം പഠിച്ച മഹാസന്യാസിയെ, വേദാന്തിയാണ്, ഒന്നാംകിട ഫിലോസഫറാണ്, അല്ല നിരക്ഷരനൊന്നുമല്ല. ഈ ബ്രാഹ്മണൻ പഠിച്ച അതേ സംസ്കൃതം പഠിച്ച ബ്രാഹ്മണനേക്കാൾ വിവരമുള്ള ആളാണ്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവശിവൻ. എന്തോ ആവട്ടെ, അദ്ദേഹം ഒരു കരിങ്കല്ല് പ്രതിഷ്ഠിച്ചു. ഇന്നും ആ കല്ല് അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്, കേരളത്തിൻ്റെ വളർച്ചയുടെ പ്രതീകം. ഇതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അദ്ദേഹത്തെക്കാൾ മുതിർന്ന ആളുമായ മറ്റൊരു ഫിലോസഫർ തിരുവനന്തപുരത്തുകാരനെ ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞ കുഞ്ഞമ്പിള്ള. അവധൂതനായി സഞ്ചരിച്ചവരെ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. പക്ഷേ അവരുടെ അനുയായികൾ പിൽക്കാലത്ത് സംഘടന ഉണ്ടാക്കി ഇതിൽ വലുതേതാ ചെറുതേന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. ചട്ടമ്പി സ്വാമി നാരായണഗുരുവിൻ്റെ ശിഷ്യനാണോ, നാരായണഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുവാണോ, അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളാണ്, അസംബന്ധങ്ങൾ. ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം എന്നൊരു പുസ്തകം എഴുതി. വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞാൽ വേദത്തിന് മേൽ, ഋഗ്വേദം ഉൾപ്പെടെയുള്ള 4 വേദങ്ങൾക്ക് മേലുള്ള അവകാശം, അധികാരം ആർക്കാണ്? അത് ബ്രാഹ്മണന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തെളിയിച്ചത് എല്ലാവർക്കും, ശൂദ്രനോ താഴ്ന്ന ജാതിക്കാരനോ പഠിച്ച ആർക്കും വേദങ്ങൾക്കുമേൽ അധികാരം, എന്ന് വെച്ചാൽ എൻ്റെ മതത്തിനു മേൽ ഈ മതത്തിൽ അവകാശമുള്ള എല്ലാവർക്കും അധികാരമുണ്ട്. അവകാശം, ഈ മതത്തിൽ ജനിച്ച എല്ലാവർക്കും ഈ മതത്തിൽ അവകാശവും അധികാരവും ഉണ്ട്. അതിൽ ജാതി ബാധകമല്ല. ഇതിവിടെ മാത്രം അവസാനിക്കുന്നില്ല. സാമുദായിക പരിഷ്കരണ രംഗത്ത് താഴ്ന്ന ജാതിക്കാരുടെ അയ്യങ്കാളി വന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ മാത്രമല്ല, ഇത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ കഥകളാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ പരിഷ്കരണം ജാതി നോക്കാതെ, മതം നോക്കാതെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതേ കാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തി. ഇതുപോലെ തന്നെ കൊച്ചിയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറഞ്ഞ ധീവര സമുദായത്തിൽ നിന്ന് വന്ന, അത് മത്സ്യത്തൊഴിലാളികളാണ്, ഹിന്ദു മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വന്ന KP കറുപ്പൻ കൊടുങ്ങല്ലൂർ കോവിലകത്ത് നിന്ന് വിദ്യാഭ്യാസം നേടിയ ആളാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ ഉൾപ്പെടെയുള്ള മഹാപ്രതിഭകളെ സൃഷ്ടിച്ച കൊടുങ്ങല്ലൂർ കോവിലത്തുകാർക്ക് ജാതിയില്ലായിരുന്നു. കേരളീയ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും മുകളിലുള്ള ആളുകളാണ്. പക്ഷേ വിദ്യ നേടാൻ വരുന്നവൻ്റെ ജാതി നോക്കാതെ അകത്തിരുത്തി പഠിപ്പിച്ച ചരിത്രമാണ് കൊടുങ്ങല്ലൂർ കോവിലകത്തിനുള്ളത്. പിൽക്കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറി അവിടുത്തെ തമ്പുരാട്ടിമാർ. അവരെയൊക്കെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് 50കളിൽ. ഈ കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠിച്ച പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി രാജ്യത്തെ ഇൻസ്പെക്ടറായി, സ്കൂൾ വിദ്യയുടെ ഇൻസ്പെക്ടർ. അദ്ദേഹം കല്യാണദായിനി സഭ സ്ഥാപിച്ച് ഈ ധീവര സഭകളെ ഉദ്ധരിച്ചു. ഇത് ഇവിടെ മാത്രമല്ല, മേൽജാതികളിലും മാറാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഇത് മാത്രം പോരല്ലോ, മലയാളത്തിൽ പുതുതായി സാഹിത്യം വേണ്ടേ? പഴയ സാഹിത്യമുണ്ട്, നമുക്ക് കഥകളിയുണ്ട്, ഓട്ടൻചുള്ളലുണ്ട്, ഇതിഹാസമുണ്ട്, കാവ്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയുണ്ട്. പഴയത് മതിയോ? പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും പഴയത് മതിയോ? പഴയ കറക്ക് ഫോൺ മതിയോ പുതിയ കുട്ടികൾക്ക്? പോരാ, അവർക്ക് സ്മാർട്ട് ഫോൺ തന്നെ വേണം, അവർക്ക് നല്ല ലാപ്ടോപ്പ് വേണം, അവർ ഫ്ലാറ്റ് സ്ക്രീൻ ആവശ്യപ്പെടും. അതൊന്നും തെറ്റായ കാര്യമല്ല. നമ്മൾ ഈ ഫോണിനെയൊക്കെ കുറ്റം പറയുന്നവരാണ് നമുക്ക് പ്രായം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. ചെറുപ്പക്കാർ നമ്മൾ ചെറുപ്പക്കാരായിരുന്നില്ല, ഞാൻ ജനിച്ചപ്പോൾ 70 വയസ്സുണ്ടായെന്നുള്ള ഭാവത്തിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാം തെറ്റാണെന്ന് പറയണം. അപ്പോൾ നമ്മൾ ജ്ഞാനികളായി മാറും. അതുകൊണ്ട് അങ്ങനെ ലോകത്ത് മുഴുവനുള്ള ജ്ഞാനികൾ ഇരുന്ന് ചർച്ച. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, മൊബൈൽ ഫോണിൽ കുനിഞ്ഞുമൊക്കെ എല്ലാവരും കഴുത്തിങ്ങനെ ആയിപ്പോയി. പിള്ളേർക്കൊന്നും ചെവി കേൾക്കാൻ വയ്യ, ഒന്നിലും ശ്രദ്ധയില്ല. സ്കൂളിൽ ടീച്ചർമാർ, പ്രിൻസിപ്പാള്, ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ്, ടീച്ചർമാരെല്ലാം കൂടി ഗേറ്റിൽ വടികളും ആണവായുധം വരെ വെച്ച് നിൽക്കുക. എന്തിനെന്നറിയോ? ബാഗിൽ ഒളിച്ച് മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നവനെ പിടിക്കാൻ.
പിടിക്കുന്നു. സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ 50 മൊബൈൽ ഫോൺ വെച്ച് ഇന്ന് പിടികൂടിയ കള്ളക്കടത്ത് വസ്തുക്കൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സദാചാരം സ്ഥാപിച്ചു. ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ടായിരുന്നു. ഉടനെ പടച്ചോൻ ഭൂമിയിലേക്ക് സന്ദേശവാഹകനെ അയച്ചു, കൊറോണ വൈറസ്. പിറ്റേ ദിവസം മുതൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാത്തവനെ പിടിക്കാൻ ടീച്ചർമാർ സ്കൂളിൽ പോയി. ഓർമ്മയില്ല. പിന്നെ വിദ്യാഭ്യാസം മുഴുവൻ മൊബൈലിലായിരുന്നില്ലേ 2 കൊല്ലം. അപ്പോൾ മനസ്സിലായില്ലേ, കാലം എളുപ്പം മാറിപ്പോയി ഇന്ന്. അപ്പോൾ ഒരു വൈറസ് നമ്മളെ വിവേകം പഠിപ്പിച്ചു. നമുക്ക് ലാപ്ടോപ്പ് വേണം, ഇത് മൊബൈലിലാണ് ക്ലാസ്. പിള്ളേരൊക്കെ മൊബൈൽ അണച്ചു വെച്ചിട്ട് വേറെ വഴിക്ക് പോയി, അത് വേറെ കാര്യം, പകുതി പേരും. പിന്നെ എല്ലാവർക്കും A+ കിട്ടി. കൊറോണ കൊണ്ടുള്ള മറ്റൊരു ഗുണം ഞാൻ കണ്ടതാണ്. കേരളത്തിൽ 102% പേർക്ക് A+ കിട്ടുകയും സീറ്റ് തികയാതെ വരികയും സ്വന്തം പേരെഴുതിയ 3 തെറ്റ് വരികയും ചെയ്തു. അതൊക്കെ ഉണ്ടായി. ഭയങ്കര റിസൾട്ടായിരുന്നില്ലേ കൊറോണ കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും പോട്ടെ, ശരി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിലെയും മാറ്റി ഇവിടെ മാത്രമല്ല. ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ സ്മാർട്ട് ഫോൺ വേണം, പുതിയ ഡ്രസ്സ് വേണം, ഇല്ലേ? വെസ്റ്റ് സൈഡിൽ പോയി കുപ്പായം വാങ്ങണം. നമ്മളെപ്പോഴും പഴയ പാത്താസി തന്നെ പോകണമെന്നില്ല. ഉണ്ടോ? ശീമാട്ടി മതിയോ? ഇനി അച്ഛന്മാരാണെങ്കിലും വെസ്റ്റ് സൈഡിൽ പോയി കുപ്പായം വാങ്ങണം കേട്ടോ. ആ സൂഡിയോ വെസ്റ്റ് സൈഡിലൊക്കെ ഗംഭീരങ്ങളായ കുപ്പായങ്ങൾ കിട്ടും, വലിയ വിലയില്ലാതെ. ഞാനതൊക്കെ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുക എന്ന് വിചാരിക്കരുത്. നല്ല കുപ്പായവും നല്ല പാൻറ്റൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഈ കടകൾ. അപ്പോൾ പുതിയ കാലത്തിൻ്റെ സാഹിത്യരൂപങ്ങൾ വന്നു. 1889 മലയാളത്തിൽ ആദ്യത്തെ നോവൽ വന്നു. ഏതാണ് ആദ്യത്തെ നോവൽ? ഇന്ദുലേഖ. കുന്തലതയല്ല, അതതിന് മുമ്പുള്ളത് നോവൽ പോലത്തെ ഒരെണ്ണമാണ്. ഇന്ദുലേഖ വരുന്നു. ഇന്ദുലേഖ അതുവരെ നാട്ടിൽ സ്വതന്ത്രയല്ലായിരുന്ന, സ്വന്തം അഭിപ്രായമില്ലായിരുന്ന പുതിയ സ്ത്രീയെ സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ, സ്വന്തം കാമുകനെ ശപ്പ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരു പുതിയ സ്ത്രീയെ സൃഷ്ടിച്ചു. ഇതേ സമയത്ത് തന്നെ വിദ്യാലയങ്ങൾ കോളേജുകളായി മാറി. മലയാള ഭാഷയ്ക്ക് ഉണർന്നു നിൽക്കേണ്ട ആവശ്യം വന്നു. ഡിക്ഷണറി ഉണ്ടായി. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദതാരാവലി. നമ്മുടെ ഭാഷയ്ക്ക് വ്യാകരണമില്ലായിരുന്നു. AR രാജരാജവർമ്മയുടെ വ്യാകരണം, കേരള പാണിനീയമുണ്ടായി. അപ്പം നമുക്ക് ഈ നവോത്ഥാനം എന്ന് പറയുന്നത് സമുദായ പരിഷ്കരണം മാത്രമല്ല, വിദ്യാലയ പരിഷ്കരണം, വ്യക്തിത്വ പരിഷ്കരണം, സ്ത്രീയുടെ അവകാശം, ഡിക്ഷണറി അതായത് ഭാഷയുടെ പരിഷ്കരണം, നോവൽ എന്ന് പറഞ്ഞാൽ പുതിയ സാഹിത്യ പരിഷ്കരണം, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലുമുണ്ടായ നവീനതകളുടെ ഒരു ഒത്തുചേരലാണ്. അപ്പം നമ്മുടെ നവോത്ഥാന നായകരുടെ പട്ടിക എടുക്കുമ്പോൾ അത് നാരായണ ഗുരുവിലും ചട്ടമ്പി സ്വാമിയിലും അയ്യങ്കാളിയിലും മാത്രമല്ല, AR രാജരാജവർമ്മയും ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയും ചാവറയച്ചനും NSS സ്ഥാപിച്ച മന്നത്ത് പത്മനാഭനും നിയമം പരിഷ്കരിച്ച EMS നമ്പൂതിരിപ്പാടും KR ഗൗരിയും ഉൾപ്പെടെയുള്ള കൊടുങ്ങല്ലൂർ കുഞ്ഞുക്കുട്ടൻ തമ്പുരാനും പാവങ്ങൾ വിവർത്തനം ചെയ്ത നാലപ്പാട്ട് നാരായണ മേനോനും ഉൾപ്പെടെയുള്ള വലിയ ഒരു സഞ്ചയം ചേർന്നതാണ് നമ്മുടെ നവോത്ഥാനം. അത് ഒരു പോയിന്റിലേക്ക് മാത്രം, ഒറ്റ നായകരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം ആണ്. അത് ഏകസ്വരാത്മകമാണ്. അതുകൊണ്ട് ബഹുസ്വരമായ ഒരു ചരിത്ര സങ്കല്പമാണ് നമുക്ക് ആവശ്യം. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ചേർന്നാൽ മാത്രമേ ലോകം നിലനിൽക്കുന്നുള്ളൂ. ഒരു കൈ കൊണ്ട് മാത്രം കൊട്ടി ശബ്ദമുണ്ടാകുന്നില്ല. നാം ബഹുസ്വരം, ബഹുരുചികൾ, അഭിരുചികൾ, ബഹുവായ വർണ്ണങ്ങൾ എല്ലാം ചേർന്ന ഒരു സമഗ്രത ആണ്. ആ സമഗ്രതയുടെ പേരാണ് നമ്മുടെ നവോത്ഥാനം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നവോത്ഥാനം മാത്രമേ, നവോത്ഥാന സങ്കല്പം മാത്രമേ ജനാധിപത്യപരം ആവുകയുള്ളൂ, സർവാശ്ലേഷിയും ആവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നാൽ കഴിയും പോലെ ഉത്തരം പറയാം.